ഹലോ ഗായ്സ്, നമസ്കാരം. ഇത് കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും. കാരണം ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്നലെ ഇറാൻ അമേരിക്ക സമാധാന കരാർ ഒപ്പിട്ടു. നമ്മളെല്ലാം കണ്ടു. ഫ്രാൻസിൽ G7 ഉച്ചകോടിയിൽ ഇവിടെ ട്രംപ് ഒരു പേപ്പറൊക്കെ സൈൻ ചെയ്ത് സമാധാനം പുലരട്ടെ എന്ന് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദ റീസൺ ഈ യുദ്ധം ഈ ഇറാന് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേൽ തുടങ്ങി വെച്ചുകൊണ്ട് അമേരിക്ക പിന്നെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോയ ഈ യുദ്ധം തുടങ്ങാനുള്ള ബേസിക് റൂട്ട് കോസസ് ഇത് എവിടുന്ന് ഈ യുദ്ധത്തിൻ്റെ പിറകിലെ കാരണം പോവുകയാണെങ്കിൽ നമ്മൾ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് പോകേണ്ടി വരും. ലൈക്ക് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ റിസൾട്ട് മുതൽ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നാലാണ് നമ്മൾ ഇറാൻ യുദ്ധത്തിൽ ഇപ്പോൾ എത്തി നിൽക്കാനുള്ള ദ ജിയോ പൊളിറ്റിക്കൽ കറണ്ട് സിനാരിയോ ഓഫ് ദ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ തന്നെ ചരിത്രം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇന്ന് ഈ എത്തി നിൽക്കുന്ന യുദ്ധ സമാധാന ഉടമ്പടി കരാറിൽ അല്ലെങ്കിൽ സോ കോൾഡ് USA ഇറാൻ പീസ് ട്രീറ്റി സൈൻ ചെയ്താൻ ട്രംപിനെ നിർബന്ധിതനാക്കിയ യൂറോപ്യൻ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് വരാനുള്ള കാരണങ്ങൾക്കടക്കമുള്ള ഹേതു തേടിയുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ ഈ വീഡിയോയിൽ വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അറൗണ്ട് നമ്മളൊരു 50 ടോപ്പിക്സ് ഇതിൽ ഇൻക്ലൂഡ് ആവും. ഒരു 50ഓളം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വിഷയങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്, ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് ഡിസ്കഷൻ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഡെൽറ്റ് ഇൻ ദിസ് വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് വേൾഡ് വാർ മുതൽ എന്തൊക്കെയാണ് റീസൺസ് വന്നത് തുടങ്ങുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിൽ എന്തുണ്ടായി, തേർഡ് വേൾഡ് വാർ എന്നറിയപ്പെടുന്ന ഈ വാറാണിപ്പം കഴിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെപ്പറ്റി ജ്യൂസ് ഓഫ് ദ വേൾഡ്, ജൂതന്മാർ ഈ യുദ്ധത്തിൽ എങ്ങനെ സംഭാവന ചെയ്തു, റോത്ത്ഷൈൽഡ് ഫാമിലിക്ക് ഇതിലുള്ള പങ്കെന്ത്, ചില കമ്പനികൾ യുദ്ധത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില കമ്പനികൾ, അത് KKR മുതൽ ബ്ലാക്ക് സ്റ്റോൺ മുതൽ റോക്കഫെല്ലേഴ്സ് മുതൽ ബ്ലാക്ക് റോക്ക് മുതൽ വാൻഗാർഡ്, സെർക്കോ, ലോക്ഹീഡ് മാർട്ടിൻ, റേറ്റിയോൺ, നോർത്ത്രോപ്പ് ഗ്രൊമൻ, സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് ഇന്ത്യ, വാട്ട് ഹാപ്പൻഡ്. അതുപോലെ തന്നെ COVID-19, ഹൗ വാസ് COVID-19 റിലേറ്റഡ് ടു ദിസ് വാർ. അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, ഹൗ ബിൽ ഗേറ്റ്സ് വാസ് റിലേറ്റഡ് ടു ദിസ് വാർ. ഓക്കെ. അതുപോലെ തന്നെ ഹൗ ഈസ് ദ സോളാർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ടു ദിസ് വാർ, ഹൗ ഈസ് ദ എപ്സ്റ്റീൻ ഫയൽസ് റിലേറ്റഡ് ടു ദിസ് വാർ, വാട്ട് ഇസ് ദ റോൾ ഓഫ് ജെഫ്രി എപ്സ്റ്റീൻ ഇൻ ദിസ് വാർ, സോ വാട്ട് വാസ് ദ adrenochrome drinking process related to this war, and how is the American President Donald Trump get involved in this drama. എങ്ങനെയാണ് ട്രംപ് ഇതിലേക്ക് വന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇൻസൈഡ് ട്രെയിനിങ്ങിൽ ജൂനിയർ ട്രംപിനും അതുപോലെ ജെറാൾഡ് കുഷ്നർക്കുമുള്ള റോൾസ്, അതുപോലെ മെലിന ട്രംപിൻ്റെ വൈഫ് ഈ യുദ്ധത്തിൽ എന്തെങ്കിലും റോൾ വഹിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ എപ്സ്റ്റീനെ പേ ചെയ്ത റോത്ത്ഷൈൽഡിൻ്റെ പേ റോൾ എങ്ങനെയായിരുന്നു, അതുപോലെ ഹൗ ഇസ് ദ ഗോഡ് ബാൽ എന്ന് പറയുന്ന ദൈവം ഈ യുദ്ധത്തിൽ എങ്ങനെ പങ്കെടുത്തു, സാക്രിഫൈസസ് ഓഫ് ദ വാറിനെ പറ്റി ഡിസ്കഷൻ പോകുന്നുണ്ട്, എപ്സ്റ്റീനെ പറ്റി ഡിസ്കഷൻ പോകുന്നുണ്ട്, ബിബി ദ നെതന്യാഹു ദ ഹെഡ് ഓഫ് നമ്മുടെ ജൂ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പോൾ ദ കില്ലിംഗ് ഓഫ് 175 ചിൽഡ്രൻ ഇൻ ദ മിനാബ് സ്കൂൾ ഓഫ് ഇറാൻ പറയുന്നുണ്ട്. അതുപോലെ ട്രില്യനേഴ്സ് ഓഫ് ദ വേൾഡ്, ഹൗ ദേ ആർ റിലേറ്റഡ് ടു ദിസ് വാർ, 13 ബ്ലഡ് ലൈൻസ് കണക്ഷൻ ടു ദിസ് വാർ, ഇതിനെപ്പറ്റി ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലുമിനാറ്റിയിൽപ്പെട്ട 12 കുടുംബങ്ങൾ എങ്ങനെ ഇതിലേക്ക് വന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഹൗ ഈസ് മണി, പവർ, പൊളിറ്റിക്സ് ആൻഡ് ദിസ് ഇൻ്റർഫേസസ് റിലേറ്റഡ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് അലക്സാണ്ടർ ഡെ റോത്ത്ഷൈൽഡ്, സോ വിച്ച് കൈൻഡ് ഓഫ് ടൊമഹാക്ക് വാസ് യൂസ്ഡ് ആൻഡ് വെയർ വാസ് ഇറ്റ് യൂസ്ഡ്, ക്രൂഡ് ഓയിൽ റിലേഷൻ ടു ദ വാർ, അതുപോലെ ഇറാൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്തു ഈ യുദ്ധത്തിനെ. അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ കേട്ട ഒരു സംഭവമാണ് ഈ ഒരു ഹിറ്റായ യുദ്ധത്തിൻ്റെ മാൻ ഓഫ് ദ മാച്ച് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വരേണ്ടി വരും ഇറ്റ്സ് എ ഡ്രോൺ.
ഡ്രോൺ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അമേരിക്ക ഉണ്ടാക്കുന്ന പോലത്തെ അല്ലെങ്കിൽ റഷ്യ ഉണ്ടാക്കുന്ന പോലത്തെ വില കൂടിയ ഡ്രോണുകളല്ല. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എക്കണോമിക് സാധാരണ പാവപ്പെട്ട രാജ്യങ്ങൾക്ക് എങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് പിടിച്ചു നിൽക്കാമെന്ന് കാണിച്ചൊരു യുദ്ധമാണിത്. അപ്പോൾ ഡ്രോണിനെ പറ്റി ഡിസ്കഷൻ ഉണ്ടാവും, അബൌട്ട് ദ ബാലിസ്റ്റിക് മിസൈൽസ് ആൻഡ് അബൌട്ട് ഓൾവേസ് ഹൗ ഇസ്രായേൽ ട്രൈ ടു ഡിഫെൻഡ് വിത്ത് അയൺ ഡോമുകൾ എങ്ങനെ തകർന്നു ഈ യുദ്ധത്തിൽ, അതിനെപ്പറ്റി ഡിസ്കഷൻ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടി ഉക്രൈൻ എന്താണ് കാണിച്ചത്, വാട്ട് വാസ് ദ പ്ലാൻ ഓഫ് ഉക്രൈൻ ഓർ ഹൗ ദ ഇലുമിനാറ്റി ഇൻ്റർഫിയർഡ് ഇൻ യുക്രൈൻ, അതിനെപ്പറ്റി ഡിസ്കഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വാട്ട് കൈൻഡ് ഓഫ് ഷിപ്സ് വെയർ റിലേറ്റഡ് ടു ദിസ് വാർ, വാട്ട് കൈൻഡ് ഓഫ് വെപ്പൺസ് വെയർ ഇൻഡിമിനേറ്റഡ് ഇൻ ദിസ് വാർ. അതേസമയത്ത് തന്നെ ദ പ്രൈസ് ഓഫ് ഗോൾഡ് ആൻഡ് ഓയിൽ കണക്ഷൻ, യൂറോപ്യൻ യൂണിയൻ ബിക്കം അഗെയിൻസ്റ്റ് ഇസ്രായേൽ. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലെഡ് ടു ട്രംപ് ടു ബി നെഗോഷിയേറ്റഡ് ഇൻ ദിസ് വാർ. അതുപോലെ തന്നെ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഗോയിങ് ടു ബി പെയ്ഡ്, ഇതിൽ എത്രയാണ് നഷ്ടപരിഹാരം ഇറാന് കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുവാണെങ്കിൽ വിൽ ഡയറക്റ്റ്ലി ഗോ ടു ദ ടോപ്പിക്. ഈ യുദ്ധം, ഇറാൻ്റെ യുദ്ധം അല്ലെങ്കിൽ ഇറാനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഈ യുദ്ധം, ഇന്ന് ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങിയിട്ട് 100 days ആയിട്ടുള്ളത്, 110 days എക്സാക്ട്ലി വരുന്നത്. ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസത്തേക്ക് കിടക്കുകയാണ് യുദ്ധം. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ മാത്രം പെട്ടെന്ന് ഇറാനെതിരെ ഉണ്ടായ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമോ അല്ലെങ്കിൽ അമേരിക്ക പെട്ടെന്ന് ഇസ്രായേൽ പറഞ്ഞതുകൊണ്ട് ആവേശം മൂത്തിട്ട് ഇതിലേക്ക് ചാടി വീണതല്ല. ബിക്കോസ് ഇറാൻ വാസ് എ ടാർഗറ്റ്. ഇറാനെ ഒരു ഭാഗത്തേക്ക് അവർ വെച്ചിട്ട് കുറച്ച് കാലങ്ങളായി. അതൊരു സീക്വൻസ് ആയിട്ട് വരുന്നതാണ്. ഇവർ തകർക്കാൻ ഉദ്ദേശിച്ച ലിസ്റ്റുകളിൽ പെട്ട രാജ്യത്തിൽ മുമ്പിലുണ്ടായിരുന്നതാണ് ഇറാൻ. പക്ഷേ ഇറാൻ അത്ര ഈസി അല്ല. ദിസ് ഈസ് നോട്ട് എ ഈസി പീസ് ഓഫ് കേക്ക് എന്നുള്ളത് നമ്മളെല്ലാവരെക്കാട്ടിയും ബെസ്റ്റായിട്ട് അറിയുന്ന ഒരാളാണ് ദ USA പ്രസിഡൻറ്റ് ട്രംപ് ആൻഡ് ദ വൈറ്റ് ഹൗസ്. അവർക്ക് നന്നായിട്ടറിയാം ഈ ഒരു യുദ്ധത്തിൽ ഡയറക്റ്റ് പോയിക്കൊണ്ട് ഇറാനെ അങ്ങ് 1-2 ബോംബിട്ടാലും തകർന്ന രാജ്യമല്ല ഇറാൻ. ഇറ്റ്സ് സച്ച് എ ബിഗ് ഹ്യൂജ് മാസീവ് ലാൻഡ് സ്ട്രക്ചറുള്ള ഒരു രാജ്യം, വിത്ത് മാസീവ് എക്കണോമി ഉള്ള രാജ്യം, അഗ്രസീവ് പൊളിറ്റിക്കൽ തിങ്കിങ് ഉള്ള രാജ്യം. ഒരു നേതാവ് പോയാൽ 10 നേതാവ് അവിടുന്നും ഇവിടുന്നും വരുന്ന ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറുള്ള ഒരു രാജ്യം. അതായത് അധികാര വികേന്ദ്രീകരണമാണ് അവിടെ. അതായത് അധികാരം ഒരു പോയിന്റിലല്ല, അധികാരമെല്ലാം കൂടി ഒരു പോയിന്റിലെത്തിക്കൊണ്ട് മൊണോപ്പൊളിസ്റ്റിക്. നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒക്കെ അങ്ങനെയാണ് നമ്മൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഇറാൻ പോലുള്ള ഒരു രാജ്യം, ഒരു ഇസ്ലാമിക അടിത്തറയുള്ള രാജ്യം, അവിടെ എല്ലാം ആ രാജ്യത്തെ ഇസ്ലാമിക നേതാവ് പറയുന്നത് പോലെ മാത്രമേ നടക്കൂ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ്. അത് അവിടുത്തെ മതപരമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ആ രാജ്യത്തെ എങ്ങനെ ആത്മീയ ചിന്ത കൊണ്ടുപോകണമെന്നതിൽ അയാളായിരിക്കും അവസാന വാക്ക്. പക്ഷെ ആ രാജ്യത്തിൻ്റെ മിലിറ്ററിയോ ആ രാജ്യത്തിൻ്റെ എക്കണോമിയോ തീരുമാനിക്കുന്നത് അദ്ദേഹമായിരുന്നില്ല എന്ന് തെളിയിച്ചൊരു യുദ്ധമാണിത്. കാരണം ഒരു നേതാവില്ല, അല്ലെങ്കിൽ 10 നേതാവെന്ന് 5 നേതാവില്ല, ഒരു നേതാവും ഇല്ലെങ്കിൽ പോലും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് റിട്ടൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുള്ള ഒരു ആർമിയുള്ള രാജ്യമായിരുന്നു ഇറാൻ എന്നിപ്പം നമുക്ക് മനസ്സിലാകുന്നു. കാരണം ഇറാൻ ഇതിൽ ഡിഫെൻഡ് ചെയ്തിരിക്കുന്നത് ഒരു രാജ്യമായിട്ടല്ല. അമേരിക്ക ലിറ്ററലി ഇസ്രായേലും അമേരിക്കയും വാസ് നോട്ട് ഫൈറ്റിംഗ് ടു വൺ കൺട്രി. അങ്ങനെയാണ് എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഐഡിയ ആയിരുന്നു അമേരിക്കക്കടക്കം. വൈറ്റ് ഹൗസിന് വരെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇറാൻ അതിൻ്റെ ഹെഡിനെ അങ്ങ് ഒന്നതിന് ആ രാജ്യം അങ്ങ് തകർന്നിട്ട് ഇനി ആരും നമുക്ക് നാഥനില്ല എന്ന് പറഞ്ഞാൽ ചെതറി ഓടിയിട്ട് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സോക്കോൾഡ് പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ വന്നിട്ട് കാല് പിടിക്കുന്ന തെറ്റിദ്ധരിച്ച ഒരു രാജ്യമല്ല അത്. എക്സാമ്പിൾ നമ്മൾ കണ്ടത് തൊട്ട് മുന്നേ വെനിസുലയിൽ നടന്ന അക്രമത്തിൽ വെനിസുലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ കൊല്ലേണ്ടി പോലും വന്നിട്ടില്ല അവർക്ക്. പ്രസിഡന്റിന് രാത്രി ഉറങ്ങുന്നിടത്ത് അതുപോലെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ രാജ്യം മൊത്തം ടേക്ക് ഓവർ ചെയ്യുന്ന രീതിയാണ് അവിടെ കണ്ടത്. പക്ഷേ അതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു ഇറാൻ വാസ് സോ ടഫ്. അതിൻ്റെ ഹെഡിനെ അങ്ങ് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഓഫ് ദ വാർ തന്നെ പിന്നെ ഹെഡിനെ അങ്ങ് തട്ടിയിട്ട് പോലും ആ രാജ്യത്തിനൊരു കുലുക്കമില്ല. അയാൾ പോയോ, അയാളുടെ സമയമായതുകൊണ്ട് അയാൾ ഫിനിഷായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളൊരു എന്താ പറയുന്നത്, നിസ്സംഗം എന്നല്ല വരേണ്ടത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനുള്ള ഒരു രാജ്യം. ഈവൺ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ
ഈ അമേരിക്കയുമായിട്ടുള്ള പീസ് ഡീൽ സൈൻ ചെയ്തതിൽ സംതൃപ്തരല്ലെന്നാണ്. മീൻസ് അവർ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ അടിയറവ് പറഞ്ഞോ എന്നുള്ളൊരു ധാരണയിലാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ യുദ്ധം അമേരിക്ക ഇങ്ങോട്ട് വന്ന് അടിച്ച യുദ്ധത്തിന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങൾ ഇപ്പോഴും മാനിക്കുന്നു, ഇതിന് ഈ കീഴടങ്ങലിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ്. പക്ഷേ ട്രംപ് പറയുന്നത് ഇറാൻ്റെ നേതൃത്വം കീഴടങ്ങാൻ തയ്യാറായെന്നാണ്. അതേസമയത്ത് തന്നെ ഇറാൻ്റെ സോക്കോൾഡ് ആയിട്ടുള്ള ഇൻ പവേഴ്സിലുള്ള ആൾക്കാർ പറയുന്നത്, ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചി അടക്കമുള്ള ആൾക്കാർ പറയുന്നത് അവരുടെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിക്കപ്പെട്ടു. അവിടെയുള്ള ന്യൂക്ലിയർ പരിപാടികൾ അവർ നിർത്തിവെച്ചെന്ന് പറയപ്പെടുന്നു. യുറാനിയം എനർജി യൂസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറയപ്പെടുന്നു. അവരുടെ എന്തൊക്കെ ലോസ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുമെന്ന് പറയപ്പെടുന്നു. ഇത്രയും നാൾ അമേരിക്ക ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കോടിക്കണക്കിന് ഡോളേഴ്സ്, പല വേൾഡ് ബാങ്കുകളിലായിട്ടുള്ള ഡോളേഴ്സും സാങ്ഷനുകളും എടുത്തു കളഞ്ഞു. ഇറാനെ സംബന്ധിച്ചിട്ട് ഇതൊരു ബമ്പർ ലോട്ടറി അടിച്ച പോലെയാണ്. അതും അവരായിട്ട് തുടങ്ങി വെക്കാത്ത വാർ. ഇതൊക്കെ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇറാൻ ഫൈറ്റ് ചെയ്തിട്ട് ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇറാന് യുദ്ധത്തിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അടിച്ച് നേടിയെടുത്തു. ഇതങ്ങനെയല്ല. ഇത് അങ്ങോട്ടേക്ക് പോയി ആക്രമിച്ചിട്ടു അവർ ഡിഫെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവർ പറയുകയാണ് ഇനി ഞങ്ങൾ കീഴടങ്ങില്ല, ഇനി ഞങ്ങൾ കീഴടങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് സോ ആൻഡ് സോ സാധനങ്ങൾ വേണം. അങ്ങനെ അവരുടെ ഡിമാൻഡ്സിന് ഇതുവരെ അമേരിക്കയും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത് നീണ്ടു പോയത്. ലാസ്റ്റ് അമേരിക്ക ഇവരെ ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ബോംബുകൾ കൂടി ഇട്ടപ്പോൾ ആ ബോംബുകൾ വീണ് ഇറാൻ്റെ മണ്ണിൽ പതിക്കുമ്പോഴത്തേക്ക് തന്നെ ഇറാൻ പല ഭാഗത്തേക്കും ആക്രമണം കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റൈൽ ഓഫ് ഡിഫെൻഡാണ് ഇവരുടെ. അതായത് ഇവർ ഒരു യുദ്ധത്തിനും ഇല്ല, ഇറാനുമാരും ഒരു യുദ്ധത്തിനൊന്നും ഇല്ല. പക്ഷേ അവരെ ആക്രമിക്കുകയാണെങ്കിൽ, അവർക്കൊരു ആക്രമണം കിട്ടുകയാണെങ്കിൽ വളരെ ശക്തമായി റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാജ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഈ വാർ നമുക്കറിയാം അമേരിക്ക ഇൻറ്റൻറ്റ് ചെയ്തൊരു വാറല്ല ഇത്, അല്ലെങ്കിൽ അമേരിക്കക്ക് വേണ്ടുന്ന ഒരു യുദ്ധമല്ല ഇത്. ഇവിടെ യുദ്ധം ശരിക്കും വെയിറ്റ് ചെയ്ത് നിന്നത് ഇസ്രായേലിനായിരുന്നു ഇത് വേണ്ടത്. ദേ വെയർ ഇൻ ടു ദിസ്. ഇസ്രായേലാണ് ഈ യുദ്ധം തുടങ്ങി വെക്കുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇറാന് ആകെ ഒരു ഡിമാൻഡ് മാത്രമേ വെച്ചിരുന്നുള്ളൂ. ഇത്രയും കാലങ്ങളായിട്ട് അവർ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ഷുഡ് നോട്ട് അറ്റാക്ക് നെയ്ബറിങ് കൺട്രീസ്. ഇസ്രായേൽ അവരുടെ അവകാശമായ അവരുടെ രാജ്യത്ത് നിന്നുകൊള്ളട്ടെ. അവരുടെ ബൗണ്ടറികൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഈ അതിർത്തിക്കപ്പുറമുള്ള ലബനാനെ ആയാലും ജോർദാനെ ആയാലും ഗസയിലേക്കായാലും മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള അതിക്രമം ഇസ്രായേൽ ചെയ്യാൻ പാടില്ല എന്ന് ലോകത്ത് പല രാജ്യങ്ങളും പറഞ്ഞതുപോലെ അതിലേറെ സ്റ്റേണായിക്കൊണ്ട് പറഞ്ഞൊരു രാജ്യമാണ് ഇറാൻ. ആ ഒരു കെറുവാണ് ഇസ്രായേലിന് ഇറാനോടുള്ളത്. അതുപോലെ തന്നെ ഈ ഉള്ള GCC കൺട്രികളിൽ ഏറ്റവും ശക്തനായ മിലിറ്ററി പവർഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ടും പലതരത്തിലുള്ള മിസൈലും കാര്യങ്ങളും ഉള്ളതുകൊണ്ടും ഇറാനെ ഒന്ന് ഒതുക്കണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഇസ്രായേലിനുള്ളത്. സോ നമ്മളിതിൻ്റെ സീക്വൻസിലേക്ക് പോകുകയാണെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ, ഒന്നാമത്തെ വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നതല്ല, നമ്മൾ ശരിക്കും ഗൂഗിളിൽ പോയിട്ട് വാട്ട് ഹാപ്പൻഡ് ടു ദ വേൾഡ് ആഫ്റ്റർ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻഡ് ടു ദ ജൂസ് കമ്മ്യൂണിറ്റി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് ഞാൻ വായിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത്. ഈ സംഭവങ്ങളുടെയൊക്കെ പക വീട്ടാനുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്ത് 90% ആൾക്കാരും. വളരെ 10% ആൾക്കാരെ എല്ലാം ഫോർഗീവ് കൊടുക്കാനുള്ള ഒരു ദൈവികമായിട്ടുള്ള കൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ടു എർ ഈസ് ഹ്യൂമൻ, തെറ്റ് സ്വാഭാവികമാണ്, ബട്ട് ടു ഫോർഗീവ് ഈസ് ഡിവൈൻ. ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ following the First World War, Jewish communities faced severe displacement, a massive wave of violence in Eastern Europe, and the rise of dangerous new scapegoating myths, particularly stab in the back legend in Germany. However, the period also saw the issuance of the Balfour Declaration, which led the background of future Jewish statehood. The collapse of the multi-ethnic Russian, Austro-Hungarian, Ottoman empires left hundreds of thousands of Jews stateless. During the war, Russian military forces had already expelled an estimation 700,000 Jews from their homes. 7 ലക്ഷത്തോളം ജൂതന്മാരെ ലോകത്തിൻ്റെ, ഇത് റഷ്യയുടെ കാര്യം, റഷ്യയിൽ നിന്ന് മാത്രം 7 ലക്ഷം അവരെ പുറത്തേക്ക് ഇട്ടു. Deadly programs between 1918 and 1999 estimated 10,000 of Jews were killed in horrific programs by Polish, Russian and Ukrainian nationalists.
മനസ്സിലായിക്കോ നിങ്ങൾ? ഇത് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ റിസൾട്ടുകളാണ് പറയുന്നത്. ഇന്നും യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം കൂടി നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇപ്പോൾ സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം ഇന്ന് രാവിലെയും കൂടി യുക്രൈൻ റഷ്യയിലേക്ക് ഒരുപാട് ഡ്രോണുകൾ അയച്ചുകൊണ്ട് റിഫൈനറികൾ കത്തിച്ചിരിക്കുകയാണ്. മനസ്സിലായിക്കോ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഐ ആം നോട്ട് മേക്കിംഗ് ആൻ വൈൽഡ് ഗസ്. ഒരു കാടടക്കി വെടിവെച്ചുകൊണ്ടുള്ള വൈൽഡ് ഗസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. എവറി വൺ ഹാവ് ദെയർ ഓൺ ബ്രെയിൻസ്, തിങ്ക് ഓഫ് യുവർ ഓൺ. ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ജൂതന്മാർ അധിക്ഷേപിക്കപ്പെടുകയും ജൂതന്മാരെ കൊല ചെയ്തയും ആൾക്കാരുടെ ലിസ്റ്റാണ് ഞാനീ പറയുന്നത്. എവിടെയൊക്കെയാണ് ഇത് നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the collapse of the multi-ethnic Russian, Austro-Hungarian, Ottoman empires left hundreds of thousands of Jews stateless. During the war, Russian military forces had already expelled an estimation of 700,000 Jews from their homes, and the chaotic post-war border redrawing created massive refugee crisis. Between 1918 and 1919, an estimated 10,000 of Jews were killed in horrific pogroms instigated by Polish, Russian, Ukrainian nationalists. മനസ്സിലായോ? ജൂതന്മാരെ മൊത്തം കൊന്നൊടുക്കാൻ വേണ്ടി ഹിറ്റ്ലർ ഒന്നുമല്ല ആദ്യമായിട്ട് വന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ചരിത്രരേഖകളൊക്കെ ട്വിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചരിത്രരേഖകൾ നമുക്ക് വായിക്കാൻ കിട്ടുന്ന ചരിത്രങ്ങളൊക്കെ വളച്ചൊടിക്കപ്പെട്ടതും പല നോർമലായിട്ടുള്ള ആൾക്കാരെ നോർമൽ ചെയ്തികളെയും മഹത്വവൽക്കരിക്കപ്പെടുകയും അതുപോലെ തന്നെ ഹിറ്റ്ലറിനൊക്കെ ഒരാവശ്യവുമില്ലാത്ത അനാവശ്യമായിട്ടുള്ള ഹീറോ പരിവേഷമായാലും ശരി അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്, ഇനി കുപ്രസിദ്ധിയായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എന്ത് തന്നെയായാലും സോ കോൾഡ് ഹിറ്റ്ലർ വാസ് നോട്ട് ദ റീസൺ ഫോർ ദ ഡെത്ത് ഓഫ് ജൂസ്. ഒരിക്കലും അല്ല. ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എൻ്റെ കണ്ടെത്തലുകൾക്ക് എത്തിയത്. അതായത് ഹിറ്റ്ലറിനെ നമ്മുടെ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിലൊക്കെ പറയുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഒരുപാട് ഈ ജൂതന്മാരെ ഹിറ്റ്ലർ കത്തിച്ചു, ഹിറ്റ്ലർ ഗ്യാസ് ചേംബറുകളിൽ കയറ്റിക്കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു, ജൂതന്മാരെ കൈയും കാലും കെട്ടി അതിലേക്ക് ഇട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാതെ പട്ടിണിക്ക് ഇട്ട് കൊന്നു എന്നൊക്കെ ഇതുണ്ടാവാം, സംഭവിച്ചിട്ടുണ്ടാവാം. ദാറ്റ് ഈസ് സം ഇൻസിഡൻസ് ഹാപ്പൻഡ്. പക്ഷേ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കേണ്ടത് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഗൂഢമായ കൈകൾ ജൂതന്മാരുടേതാണെന്ന് എല്ലാ രാജ്യക്കാരും, യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യക്കാരും ആരോപിക്കുകയാണ്. ഈ ജൂതന്മാരാണ് ഈ ലെഫ്റ്റ് വിങ്ങിനെ ആയാലും റൈറ്റ് വിങ്ങിനെ ആയാലും രണ്ട് വിങ്ങിനും ആയുധങ്ങളും പണവും ആയുധബലവും നൽകി സഹായിച്ചിട്ടുള്ളത്. ആ കാലത്തുള്ള പേര് കേട്ടിട്ടുള്ള ധനികരായിട്ടുള്ള പലിശക്ക് പണം കൊടുത്ത് ധനസമാഹാരം നടത്തുന്ന അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഈ 13 ബ്ലഡ് ലൈൻസിൻ്റെ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പലവരും കോൺസ്പിറസി തിയറി അല്ലെങ്കിൽ ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വിശ്വസിക്കും, ചില ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യാത്ത ഈ സംഭവം ഒന്നാം ലോക മഹായുദ്ധത്തിന് മുന്നേ മനസ്സിലാക്കണം. എത്ര വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകുന്നുണ്ട്. 1914 മുകളിലേക്കായിട്ട് ആ സമയത്ത് പോലും രണ്ട് ഭാഗത്തെയും, അടിക്കുന്ന ഭാഗത്തെയും അടികൊള്ളുന്ന ഭാഗത്തെയും ഫിനാൻഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജൂതന്മാർ രണ്ട് ഭാഗത്തും ഉണ്ടായിരുന്നെന്നാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ പറയുന്ന റഷ്യ അടക്കമുള്ള ഓസ്ട്രേലിയ, ഹംഗറി, ഒട്ടോമാൻ എംപയറുകൾ അടക്കമുള്ള യൂറോപ്പിലുള്ള ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള, തുർക്കി യൂറോപ്പിൻ്റെ ഒരു അറ്റമാണ്, ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, ജർമ്മനി അടക്കമുള്ള, സ്പെയിൻ അടക്കമുള്ള, ഫ്രാൻസ് അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അന്ന് ആൻറ്റി സെമിറ്റിസത്തിനെതിരെ, റൈസ് ഓഫ് ആൻറ്റി സെമിറ്റിസം അന്നേരം ഉണ്ടാകുന്നെങ്കിൽ കൂടി ബിയോണ്ട് ദ ജർമ്മനി ബ്രോഡർ പോസ്റ്റ് വാർ ക്ലൈമറ്റ് ഫ്യൂവൽഡ് എക്സ്ട്രീം നാഷണലിസം ആൻഡ് xenophobia. New anti-Semitic myths emerged across Europe, baselessly linking Jews to the rise of Bolshevism and suggesting they manipulated global finance to their benefit. അതായത് ഈ യുദ്ധങ്ങളുടെയൊക്കെ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പം തന്നെ യൂറോപ്പിൽ ഉണ്ടായിരുന്നൊരു പൊതുവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതനാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ. അപ്പം ഇവരെ അടിച്ചമർത്തേണ്ടത്, ഇവരെ ഒതുക്കേണ്ടത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഒരു ആവശ്യമാണെന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സ്റ്റാബ് ഇൻ ദ ബാക്ക്, പിറകിൽ നിന്ന് കുത്തിക്കൊണ്ട്, അതായത്
ചതി മുമ്പിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ലൈനിലും ബാക്കിൽ നിന്നുകൊണ്ട് നമ്മുടെ ചുരുക്കി പറയാൻ വെച്ചാൽ കട്ടപ്പ ബാക്കിൽ നിന്ന് കത്തിയെടുത്ത് കുത്തിയ പോലെ കുത്തിയെന്നാണ് ഹിറ്റ്ലർ അടക്കമുള്ള യൂറോപ്യൻ യൂണിയനിലെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചത്. അവിടുന്ന് തുടങ്ങുകയാണ് ജൂതന്മാരുടെ കഷ്ടപ്പാട്. മനസ്സിലായില്ലേ? അവരെ എല്ലാ രാജ്യത്തും അവർ എക്സ്പെൽ ചെയ്യാൻ തുടങ്ങി. റഷ്യ എന്നായിക്കോട്ടെ, ഫ്രാൻസ് എന്നായിക്കോട്ടെ, സ്പെയിൻ എന്നായിക്കോട്ടെ, അതിൽ ജർമ്മനി മാത്രം കുറച്ചും കൂടിയും പുറത്താക്കുന്നതിന് പകരം പലരെയും കൊല്ലുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഹിറ്റ്ലർ നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു കുറച്ചുകൂടി കടുത്ത നിലപാടെടുത്തതെന്ന് ഹിറ്റ്ലറിന് പൈ കേൾക്കേണ്ടി വരുന്നത്. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇവരെ അടിച്ചു കൊടുക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്തപ്പോൾ ഹിറ്റ്ലർ നേരിട്ട് ഇവരെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുക ചെയ്തത്. ആട്ടി ഓടിക്കപ്പെട്ട ആളെ പോലും ഇങ്ങോട്ടേക്ക് വാന്ന് വിളിച്ചുകൊണ്ടുപോയിട്ട് കൊന്ന ചരിത്രം കൂടി പറയുന്നുണ്ട്. അപ്പം ഈയൊരു പക, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായ പക ജൂതന്മാർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ വീട്ടി എന്നാണ് പറയപ്പെടുന്നത്. അവിടുന്ന് മുതൽ തുടങ്ങുകയാണ് ദ റിവെഞ്ച് ഓഫ് ദ ജ്യൂസ്. അതുതന്നെയാണ് ഇന്ന് ഇറാൻ വാറിൽ എത്തിക്കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും അതിൻ്റെ ഹിസ്റ്ററിയുടെ ചരിത്രത്തിൻ്റെ വേരുകൾ തേടിപ്പോയാൽ നിങ്ങൾക്കത് കിട്ടും. ആ വേരുകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഐ ഹാവ് ദ ഡോക്യുമെൻറ്റേഷൻസ് ഓഫ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിനിയേജ്, ആ വഴികൾ പോകുന്നൊരു റൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെയും ഹിറ്റ്ലറിനെയും തറപറ്റിച്ചത് സോക്കോൾഡ് നാറ്റോ സേന ഇപ്പുറത്തു നിന്നാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അമേരിക്കയുടെ എമർജ് ആ സമയത്ത് വന്നു തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ കൂടി ഈ ശക്തികൾ ഹിറ്റ്ലറിനെ മലർത്തിയടിക്കാനുള്ള നമ്പർ 1 ഫിനാൻസ് ആൻഡ് ദ ഒരു യുദ്ധത്തിൽ, ഏത് കാലത്തും യുദ്ധത്തിൽ ഏറ്റവും വലിയ പവർ പൈസ ആരുടെടുത്താണ് കൂടുതലുള്ളത് അവരാണ് കൂടുതൽ ആയുധങ്ങൾ ഇറക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ ഇറക്കുന്ന ആൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത്, അൺലെസ് ആൻഡ് അൺടിൽ വലിയ എന്തെങ്കിലും ബുദ്ധിയോ ചതിയോ ഉപയോഗിച്ചില്ലെങ്കിൽ. അപ്പോൾ ജൂതന്മാർ ആ സമയത്ത് ഹിറ്റ്ലറിനെ ഒതുക്കുക എന്നുള്ള ഐഡിയ ആണ് അവർക്കുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഹിറ്റ്ലറുടെ ഒരു പേരിൽ ഹിറ്റ്ലറെയാണ് അവർ ഫോക്കസ് ചെയ്തത്. ഹിറ്റ്ലറാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിനെ ഫിനിഷ് ചെയ്യണം എന്നുള്ള, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്താണെന്നൊക്കെയുള്ള നെറേറ്റീവ് പിന്നെ ഇറക്കിയതാണ്. കാരണം അതും കൂടി കുറച്ചും കൂടിയും കിട്ടുമല്ലോ. അയാൾ ചെയ്തു പോയ തെറ്റുകൾ കൊണ്ട് അദ്ദേഹം നീറിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു നെറേറ്റീവിലേക്ക് എത്താം. അങ്ങനെയൊന്നല്ല, അദ്ദേഹത്തെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഹിറ്റ്ലറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇവരുടെ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടുള്ള പക അവിടെ തീർത്തു എന്നാണ് പറയുന്നത്. പിന്നെ ചരിത്രാതീത കാലം മുതൽക്കേ ഉള്ള ജൂതന്മാരുടെ പക ബാക്കിയുള്ളത് അത് മുസ്ലിം വംശത്തോടാണ്. മുസ്ലിം വംശത്തെ തന്നെ അവർക്ക് നേരിട്ടടിക്കാൻ പണ്ട് മുതലേ വളരെ ബുദ്ധിമുട്ടും അംഗബലം കൊണ്ടും സംഘബലം കൊണ്ടും ബുദ്ധിബലം കൊണ്ട് ജൂതന്മാർ തന്നെയാണ് എപ്പോഴും മുമ്പിലിട്ട് കിടക്കും. ബുദ്ധിയുടെ കാര്യത്തിൽ ഇവർക്ക് നേരിട്ടടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നെറേറ്റീവ് ഇവർക്ക് അറിയുന്നത് കൊണ്ടുമാണ് നെതന്യാഹു ഒരു ആവശ്യവുമില്ലാതെ അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. അമേരിക്കക്ക് അല്പം പണക്കൊതിയും ഓയിലിനോടുള്ള കുറച്ച് ആർത്തിയും പിന്നെ ലോകത്തുള്ള ഏറ്റവും നമ്പർ 1 ഞങ്ങളായിരിക്കണം എന്നുള്ള ഒരു ഇതുണ്ട്, ഒരു ഈഗോ, ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവർക്കുണ്ട്. പക്ഷേ ഇവർക്ക് വേണ്ടത് അമേരിക്ക ഒരു മുമ്പിൽ നിർത്താൻ ഇതാണ്. ഇപ്പോൾ തന്നെ ഈ യുദ്ധം എങ്ങനെയാണ് തീരുന്നത്? യൂറോപ്യൻ യൂണിയനിലുള്ള ഫ്രാൻസ് ആയിക്കോട്ടെ, നമ്മുടെ മാക്രോൺ ആയിക്കോട്ടെ, നമ്മുടെ ഇറ്റലിയുടെ നമ്മുടെ മെലഡി, ഇപ്പോൾ പറയുന്ന മെലഡി എന്ന് പറയുന്നുണ്ടല്ലോ, അവരായിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കിയുള്ള ലീഡേഴ്സൊക്കെ, സ്പെയിൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ UK-യിലുള്ള ലീഡേഴ്സൊക്കെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസ്രായേലിന് ഈ യുദ്ധം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ അമേരിക്ക തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അംഗീകാരം തന്നെ ലോക മാപ്പിൽ നിന്ന് ഇവർ ഇല്ലാതാക്കും. കാരണം അവരുടെ ഈ ഹിസ്റ്ററി എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ വേൾഡിലുള്ള ഒരു നെറേറ്റീവ് വേറെ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിലുള്ള പക, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടോപ്പിക് ഒന്നാം ലോക മഹായുദ്ധത്തിലുള്ള പക, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറിനെ തട്ടിക്കൊണ്ട് ജൂതന്മാർ റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആ റിവെഞ്ചാണ് ഇന്നും കൊണ്ടിരിക്കുന്നത്. ആ റിവെഞ്ച് തീർന്നിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ സമാധാന കരാറിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിൽ 5 or 6, എൻ്റെ മെമ്മറി കറക്റ്റാണെങ്കിൽ 5 or 6 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിമാനങ്ങൾ പല ഭാഗത്തും പൊട്ടി വീണു. ഹൗ? അമേരിക്ക പോലൊരു രാജ്യത്ത് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ബാക്ക് ടു ബാക്ക് 1, 2, 3, 4, 5 എന്നൊക്കെ പറഞ്ഞ് വിമാനാപകടങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? മലേഷ്യയുടെ ഫ്ലൈറ്റ് എവിടേക്കാണ് പോയത്? ഫ്ലൈറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന സ്പെഷ്യൽ റഡാർസും സ്പെഷ്യൽ സാറ്റലൈറ്റിക് എക്യുപ്മെൻറ്റ്സും ലോകത്ത് ഇന്ന് വരെ ഒരു ടെക്നോളജിയുടെയും ഒരു ഇതിൻ്റെ പേരിലും ഗൂഗിളിൽ പോലും ലിസ്റ്റ് ചെയ്യാത്ത ചില ടെക്നോളജിയും ചില കാര്യങ്ങളും കൊള്ളുന്ന ട്രില്യണേഴ്സ് ആയിട്ടുള്ള, ഇപ്പം ഇലോൺ മസ്ക് ക്ലെയിം ചെയ്യുന്നുണ്ട് ഞാനാണ് ലോകത്ത് 1ാമത്തെ ട്രില്യണർ എന്ന്. എന്ത് പറയാനാണ്?
ഇത് അവർക്ക് അറിയാനിട്ടാണോ? ഒരാളുടെ പേരെടുത്ത് പറയാനുണ്ടാവില്ല, പേര് വരെ എടുത്ത് പറയാനും പറ്റും. ഇപ്പോൾ ഉള്ള അലക്സാണ്ടർ ഡേ റോത്ത്ഷൈൽഡിൻ്റെ തന്ത റോബർട്ട് ഡേ റോത്ത്ഷൈൽഡ്, എന്ത് ട്രില്യൺ? 1 ട്രില്യനോ 10 ട്രില്യനോ? അവരുടെ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കൂടിയിട്ടുള്ള ബാങ്കുകളിലുള്ളവരെക്കാട്ടും കൂടുതൽ പൈസ ഈ പറഞ്ഞ ഒരു 100 ജൂതന്മാരുടെ കയ്യിൽ, ഈ 13 ബ്ലഡ് ലൈൻസിലുള്ള 3 ജൂതന്മാരുടെ. അപ്പോൾ നമുക്ക് 13 ബ്ലഡ് ലൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 13 ഫാമിലീസ് ഉണ്ട്. പറഞ്ഞില്ലേ, ഈ 1-ാം ലോക മഹായുദ്ധത്തിൽ കൊന്നു ബാക്കിയായിട്ടുള്ള ജൂതന്മാരിൽ നിന്ന് പക വീട്ടാനുള്ളതാണെന്നും പൈസ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണെന്നുള്ള നിശ്ചയിച്ച ഈ 13 ഫാമിലികൾ. അത് ആ 13 ഫാമിലികളുടെയും ഇത് നോക്കിയാൽ വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ട്രഷറിയേക്കാൾ കൂടുതൽ പൈസ അവരുടെ കയ്യിലുണ്ട്. ആ ഫാമിലീസിൻ്റെ നെയിംസ് മാത്രം ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, 1-ാമത് ആസ്റ്റൺസ്, 2-ാമത് ബണ്ടി, 3-ാമത് കോളിൻസ്, 4-ാമത് ഡുപോണ്ട്, 5-ാമത് ഫ്രീമൻ, 6th family is the Kennedy family, the Lee family, Onassis family, the Rockefellers, the Rothschild, the Russell family, the Van Dune family, the Merovingians family. ഈ 13 ഫാമിലികളിൽ ഇവരെ ലീഡ് ചെയ്യുന്നത് 2 ഫാമിലീസാണ്. ഒന്ന് ദ റോത്ത്ഷൈൽഡ് ഫാമിലി ആൻഡ് ദ റോക്കഫെല്ലേഴ്സ്. റോക്കഫെല്ലേഴ്സിനെ പറ്റി ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ, കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ വിറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു ജൂതൻ പൈസ കൂടിയപ്പോൾ ഇനി കൺട്രോൾ ആൻഡ് പവറാണ് വേണ്ടതെന്ന് മനസ്സിലായിക്കൊണ്ട് അമേരിക്കയിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും എല്ലാ മെഡിക്കൽ കോളേജും എല്ലാ സ്കൂൾസും ഇങ്ങ് പോയിട്ട് ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെയാണ് സൊസൈറ്റിയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയത്. അയാളുടെ പേര് ദ റോക്കഫെല്ലർ. അയാൾ മരിച്ചു, അയാളുടെ പരമ്പര ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ലീഡിങ് ആയിട്ടുള്ളത്. മറുഭാഗത്ത് റോത്ത്ഷൈൽഡ് എന്ന് പറയുകയാണെങ്കിൽ, റോത്ത്ഷൈൽഡിൻ്റെ കീഴിലുള്ള ഒരു 5ഓളം കമ്പനീസ് ഉണ്ട്. ഈ കമ്പനീസാണ് വേൾഡിലുള്ള എല്ലാ ഇക്വിറ്റി മാർക്കറ്റും കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിരോധാഭാസമാവില്ല. അവർ ഉൾക്കൊള്ളുന്ന കൺസോർഷ്യമുള്ള കമ്പനീസിൻ്റെ പേരുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ, നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അവിടെ റോത്ത്ഷൈൽഡ് ഈസ് ദ ഓണർ ഓഫ് ദിസ് കമ്പനി എന്ന് എവിടെയും വരത്തില്ല. ലാരി ഫിങ്കിൻ്റെ KKR, ലാരി ഫിങ്കിൻ്റെ ബ്ലാക്ക് റോക്ക്, പിന്നെ KKR, കോൾബർഗിൻ്റെ ക്രാവിസ് റോബർട്ട് പറയുന്ന KKR, ദ വാൻഗാർഡ്, ബ്ലാക്ക് സ്റ്റോൺ, ബ്ലാക്ക് കോർ. ഈ കമ്പനീസ് മാത്രം ഞാൻ പറഞ്ഞ പോലെ, ഈ ഏറ്റവും ചെറിയ എക്സാമ്പിൾ പറയുന്നത് റോത്ത്ഷൈൽഡിൻ്റെ ബ്ലാക്ക് റോക്ക് 15 ട്രില്യൺ. ഇപ്പോൾ പറയുന്നത് കേട്ടു, ഒരു ട്രില്യൺ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇവൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ എലോൺ മസ്കിൻ്റെ 1 ട്രില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 1 കോടി വെച്ച് ചിലവാക്കിയാലും 1300 കൊല്ലത്തേക്കറ്റം ചിലവാക്കാനുണ്ടാകുന്ന പറയുന്നത്. അത്രയും വലിയൊരു എമൗണ്ടാണത്. ആ എമൗണ്ടിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഇപ്പം നടക്കുന്ന IPL ഉണ്ടല്ലോ, ക്രിക്കറ്റ് IPL, ഈ IPL 7000 കൊല്ലത്തേക്ക് അവർക്ക് ഹോസ്റ്റ് ചെയ്യാം, ഈ ഒരു ട്രില്യൺ ഉള്ള ആൾക്ക്. അപ്പോൾ മനസ്സിലായിക്കോ, ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി മാത്രം മാനേജ് ചെയ്യുന്ന അസറ്റുകൾ 15 ട്രില്യണോളം ഉണ്ട്. റോക്കഫെല്ലേഴ്സ് ആണെങ്കിൽ 10 ട്രില്യൺ, ബ്ലാക്ക് സ്റ്റോൺ ആണെങ്കിൽ 5 ട്രില്യൺ. അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് കയ്യിൽ വെക്കുന്ന ഇവരാണ് ഈ യുദ്ധങ്ങളും നമ്മുടെ ലോകത്ത് നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ യുദ്ധങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമൊന്നും അവർ കൺട്രോൾ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ പോലും അവിടെയും ഇന്ത്യ സ്ട്രോങ് ആണെങ്കിൽ ഇവർ പാകിസ്ഥാൻ എടുത്ത് പോയിട്ട് പറയും, അങ്ങനെ അവർ ആയുധം പൈസ കൊണ്ട് നിങ്ങൾ അടിക്കുന്നതാണെങ്കിൽ വീൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആയുധവും പൈസയും കൊടുത്തിട്ട് പാകിസ്ഥാൻ ഒന്ന് കയറ്റും. എന്നാലും ഇപ്പുറം തകരും. 2 രാജ്യങ്ങളും തകരുമ്പോൾ ഈ 2 രാജ്യത്തിൻ്റെ ഹെഡിനെ വന്ന് കോൺടാക്ട് ചെയ്യും. ഈ അലക്സാണ്ടർ ഡേ റോത്ത്ഷൈൽഡിനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയും, ഡോണ്ട് വറി, നിങ്ങളുടെ എക്കണോമി തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വി ക്യാൻ സപ്പോർട്ട് യു ബൈ ഗിവിങ് യു 5 ട്രില്യൺ ഫോർ 5%, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്കൊരു 50 ലക്ഷം കോടി അങ്ങ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവതരിക്കും. ഇങ്ങനെയാണ് ഇവരുടെ അസറ്റ് ഈ നൂറ്റാണ്ടുകളായിട്ട് സംരക്ഷിച്ചു വന്നിട്ടുള്ളത്. ലോകത്തുള്ള രാജ്യങ്ങൾക്ക്, ഗവൺമെൻറ്റുകൾക്ക് വായ്പ കൊടുക്കുക, അതിലും പ്രോഫിറ്റ് ആയിട്ടുള്ളൊന്നുമില്ല. കാരണം അതിലും ഗ്യാരണ്ടി ആയിട്ടുള്ളൊരു സംഭവമില്ല. ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് എപ്പോഴും ഇൻകം ഉണ്ട്. അത് ടാക്സ് ആയിക്കോട്ടെ, ഇവരാണ്. അതുകൊണ്ട് തന്നെ ഇവരാണ് നമ്മൾ എത്ര ടാക്സ് അടക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. നമ്മുടെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ലോണിൻ്റെ റിട്ടേൺ ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. റിപ്പോ റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഇവരാണ്. ഫെഡറൽ റിസർവ് കൺട്രോൾ ചെയ്യുന്ന റേറ്റ്, ഫെഡറൽ റിസർവിൻ്റെ റേറ്റാണ് ലോകത്തുള്ള ഗോൾഡിൻ്റെയും ഡോളറിൻ്റെയും ഒക്കെ റേറ്റ് നിശ്ചയിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. വേൾഡിലുള്ള ഗോൾഡ് ലിവറേജ്, അതായത് ഗോൾഡിൻ്റെ വരവ് പോക്ക് കൺട്രോൾ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഗോൾഡ് വിറ്റയച്ച് ക്യാഷ് ആക്കലും, ക്യാഷുള്ള സമയത്ത് ഗോൾഡിൻ്റെ വില താത്തിക്കൊണ്ട് വീണ്ടും ഗോൾഡ് വാങ്ങിക്കൊണ്ട് ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്
സോ കോൾഡ് റോത്ത്ഷൈൽഡ് ആൻഡ് ഇലുമിനാറ്റിയാണ്. ഇവർ തന്നെയാണ് ഈ ഇറാൻ വാറിലേക്ക് എത്തിച്ചിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ജൂതന്മാർക്കേറ്റ ഏറ്റവും നെറികെട്ട അല്ലെങ്കിൽ ഏറ്റവും അപമാനിതരായിക്കൊണ്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടതിൻ്റെ ആ ഒരു വേദന വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറെ തട്ടിയതും ഇവരാണ്. അതിനുശേഷവും അടങ്ങാത്ത പകയുമായി ഒട്ടോമൻ എംപയറും വരെ പക വിട്ട ഇവർക്ക് പറ്റില്ല. റഷ്യൻസിൻ്റെയും ഒട്ടോമാൻ്റെയും സ്പെയിൻ്റെയും ഒക്കെ പക ഇവർക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല. ആ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപേ സ്പെയിനിലൊക്കെ ഈ ഒട്ടോമൻ റൂൾ ഭയങ്കര ശക്തമായിരുന്നു. ഈ മുസ്ലിം ഒട്ടോമൻ തുർക്കിഷ് എംപയർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെ ജൂതന്മാർക്ക് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പകയും ഇവരെ കയ്യിലുണ്ട്. അപ്പോൾ ആ പകയുടെ ബാക്കി പാത്രമായിട്ടാണ് ഇന്നും ഒരു രാജ്യവുമല്ലാത്ത ഒരു ഫിനാൻഷ്യൽ പവറുമല്ലാത്ത യുക്രൈൻ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് റഷ്യ ഇങ്ങനെ ടക്കേന്ന് പറഞ്ഞിട്ട് എല്ലാ റിഫൈനറികളും കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? ഹൂ ഈസ് ഡൂയിങ് ദിസ്? സിമ്പിൾ, ദ സോ കോൾഡ് ജ്യൂസ്. ഇനി നമുക്ക് നമ്മുടെ ഈ തേർഡ് വേൾഡ് വാർ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ഇസ്രായേൽ, USA, മറുഭാഗത്ത് ഇറാൻ, അതുപോലെ ഹെൽപ്പിംഗ് ആയിട്ട് ചൈന, ഫിനാൻഷ്യൽ ഹെൽപ്പുമായിട്ട് ചൈന, ടെക്നോളജിക്കൽ ഹെൽപ്പുമായിട്ട് റഷ്യ. ഈ ഒരു ആക്സിലുള്ള വാറ് തേർഡ് വേൾഡ് വാറായി ജൂതൻ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ പീസ് ഡീൽ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പീസ് ഡീലൊന്നും അധികകാലം നിലനിൽക്കില്ല. ബിക്കോസ് നിലനിൽക്കുമായിരുന്നെങ്കിൽ ഈ പീസ് ഡീലിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പം തന്നെ അമേരിക്കയിൽ 5ഓളം വിമാനങ്ങൾ ഒരു കാരണവുമില്ലാതെ പൊട്ടി തകരില്ലായിരുന്നു. ഹി ഈസ് നോട്ട് അഗ്രി വിത്ത് ദ ടേംസ്. ഹി എന്ന് പറയുമ്പോൾ ഒരാളെയല്ല ഉദ്ദേശിക്കുന്നത്, ദ പേഴ്സൺസ് ഹൂ ഈസ് വർക്കിംഗ് ഫോർ ദിസ് വാർ. ഇപ്പോഴും യുദ്ധം പുറകിൽ നിന്നുകൊണ്ട് സാത്താൻ്റെ കൈകൾ കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കൂട്ടർക്ക്, അവരെ നിങ്ങൾക്ക് ഇലുമിനാറ്റി എന്നോ, അവരെ നിങ്ങൾക്ക് റോത്ത്ഷൈൽഡ് എന്നോ, അവരെ നിങ്ങൾക്ക് ലൂസിഫർ എന്നോ എന്തും വിളിക്കാം. അവർക്ക് ഇന്നും അവർ തയ്യാറല്ല. ഈ യുദ്ധത്തിൻ്റെ സമാധാന കരാർ അവർ അംഗീകരിച്ചിട്ടില്ല, ഉറപ്പാണ്. അപ്പോൾ ഇനി എപ്പോൾ രണ്ടാമത് പൊട്ടി എന്നുള്ളത് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. റോത്ത്ഷൈൽഡ് ഫാമിലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാൽവിസ് കോൾബർഗ് ക്രാവിസ് റോബർട്ടിൻ്റെ KKR, ലാരി ഫിങ്ക് തുടങ്ങിയത്. വി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ കമ്പനികളുടെ പേരുകൾ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, ഇവരുടെ ഇൻഫ്ലുവൻസ് ഉള്ള കമ്പനീസിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ, ഒന്ന് ബ്ലാക്ക് റോക്ക് ഓഫ് കോഴ്സ്, പിന്നെ പറയുന്നത് റോക്കഫെല്ലേഴ്സ്, അതുപോലെ ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട്, ബ്ലാക്ക് കോർ ഉണ്ട്, അതുപോലെ വാൻഗാർഡ് ഉണ്ട്. പിന്നെ ഇവരെ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇവർക്ക് ഷെയറുള്ള മറ്റുള്ള കമ്പനികളാണ് സെർക്കോ എന്ന് പറയുന്നത് ശരിക്കും ഒരു റെഫ്യൂജി കമ്പനിയാണ്. പക്ഷെ അതും ഇവർ തന്നെയാണ് യുദ്ധം ഉണ്ടാക്കുന്നത്, ഇവർ തന്നെയാണ് റെഫ്യൂജി കമ്പനി റൺ ചെയ്യിക്കുന്നത്. നമ്മൾ കണ്ടതാണ് സിറിയയിലൊക്കെ യുദ്ധമുണ്ടായപ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് റെഫ്യൂജീസ് വീടും കൂടുമില്ലാതെ തീപിടിച്ച സിറിയയിൽ നിന്ന് വഞ്ചികളിലും തോണികളിലും ചങ്ങാടങ്ങളിലുമായിട്ട് ഇറ്റലിയിലും ഗ്രീസിലും ഒക്കെ അഭയം തേടിയത്. പല സ്ഥലങ്ങളിലും അവർ ആട്ടി ഓടിക്കപ്പെട്ടിട്ടുണ്ടായത്. കുറച്ച് പൈസയോ അല്ലെങ്കിൽ ഗോൾഡോ ഉള്ള ആൾക്കാരെ മാത്രം അക്കോമഡേറ്റ് ചെയ്ത് ആരാന്നറിയോ? ദ സെർക്കോ റെഫ്യൂജിങ് കമ്പനി ഇൻ യൂറോപ്പ്. അതുപോലെ തന്നെ ഒരു കമ്പനിയാണ് ലോക്ഹീഡ് മാർട്ടിൻ എന്ന് പറയുമ്പോൾ ലോകത്ത് യുദ്ധത്തിന് വേണ്ടി എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. എന്താണ് ആക്ടിവിറ്റീസ് എന്ന് ഗൂഗിളിൽ നോക്കിക്കോളൂ. അതുപോലെ റേത്തിയോൺ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സ്കൂൾ കുട്ടികളെയൊക്കെ ബോംബ് ചെയ്ത ടോമഹോക്കെ മിസൈൽസ്. ഈ ടോമഹോക്കെ മിസൈൽസൊക്കെ കൊണ്ടുപോകുന്ന വലിയ കരിയർ വാർ ഫ്ലൈറ്റുകളാണ് റേത്തിയൻ്റെ പ്രൊഡക്ട്സ്. അതും ഇറക്കിയിരിക്കുന്നത് ജൂതന്മാർ തന്നെയാണ്. നോർത്രോപ്പ് ഗ്രൂമൻ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, ഹൈ ബ്രാൻഡാണ്. ഈ നോർത്രോപ്പ് ഗ്രൂമൻ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡെഡ്ലി വെപ്പൺസ് ഫോർ ഡിഫൻസ് പർപ്പസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇനി ഈ യുദ്ധത്തിൽ സ്റ്റോക്ക് മാർക്കറ്റും ഇന്ത്യക്കും എന്താണ് ബന്ധം? നമുക്കറിയാം, ഈ യുദ്ധം ഉണ്ടാകുന്നത് ഒരു ഫെബ്രുവരി 2026 ഫെബ്രുവരി അങ്ങനെയാണ് ഇത് പൊട്ടുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് അങ്ങനെയാണ് പൊട്ടുന്നത്. മാർച്ചിലും ഏപ്രിലും മെയ്യിലുമാണ് ഇതുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ജൂണിൽ 50 പകുതി ആകുമ്പോഴത്തേക്ക് ഇതൊരു ഏകദേശം കോംപ്രമൈസ് മോഡിലേക്ക് പോയി. കോംപ്രമൈസ്ഡ് ആയിട്ടില്ല. ഈ യുദ്ധത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ആണ് ഇന്ന് വേൾഡിൽ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രി. ഒബ്വിയസ്ലി ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ഉള്ളതും USA കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സേഫ് പ്ലേസ് ആയിട്ട് നമ്മുടെ ഇലുമിനാറ്റി കണ്ടിട്ട് കുറച്ച് കാലമാണ്.
പ്രത്യേകിച്ച് ഈ യുദ്ധമുണ്ടാകുന്ന സോ കോൾഡ് മാർച്ച് മാസത്തിന് മുന്നേ 2026 എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അമേരിക്കൻ ഫണ്ട് നദിയിൽ നിന്ന് വെള്ളം കടലിലേക്ക് ഒഴുകുന്ന പോലെ പല ചാലുകളിൽ കൂടി പല റൂട്ടുകളിൽ കൂടി പൈസ ഇൻ സ്വിച്ച് ബോണ്ട് ആസ് സ്റ്റോക്സ്, ഗോൾഡ് ബോണ്ട്സ്, ഗവൺമെൻറ് ബോണ്ട്സ്, ഷെയർ മാർക്കറ്റ് ഇക്വിറ്റീസ്, ഈവൺ ഇൻ ദ ഹെൽത്ത് സെക്ടർ ആൻഡ് എഡ്യൂക്കേഷണൽ സെക്ടർ. പല മേഖലയിൽ നമ്മുടെ ഇന്ത്യയുടെ പല മേഖലയിൽ അമേരിക്കൻ സ്വകാര്യ കമ്പനികൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്. യു കൻ നോട്ട് ബിലീവ്. നിങ്ങൾ 2026 ഗൂഗിളിൽ പോയി 2026 ദ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം USA ടു ഇന്ത്യ എന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഞാൻ പറഞ്ഞ കമ്പനികളുടെ ഒക്കെ ഹിസ്റ്ററി കിട്ടും. അത് ബ്ലാക്ക് സ്റ്റോൺ ആയിക്കോട്ടെ, ബ്ലാക്ക് റോക്ക് ആയിക്കോട്ടെ, പിന്നെ സോ കോൾഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മേലെ പറഞ്ഞ എല്ലാ കമ്പനികളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നിട്ടുള്ളത് മില്യൺസിലല്ല, ബില്യൺസിലല്ല. ഇറ്റ്സ് ഇൻ ട്രില്യൻസ്. ഐ റിപ്പീറ്റ്, ഇൻ ട്രില്യൻസ്. അതുപോലെ 2026 ഉണ്ടായ വേറൊരു മാജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മാന്യമായ 13 ബ്ലഡ് ലൈൻസിൽ പെട്ട റോത്ത്ഷീൽഡിൻ്റെ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന അതിൻ്റെ കൺട്രോളിങ് ചെയർമാൻ ഹെഡായിട്ടുള്ള ഒരാളാണ് അലക്സാണ്ടർ ഡേ റോത്ത്ഷീൽഡ്. ഹിസ് എക്സലൻസി എന്നൊക്കെ പറയണേ നമ്മൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ നടന്ന ഇതിൽ നമ്മുടെ പ്രധാനമന്ത്രി ട്രംപേട്ടനെ വിളിക്കുന്ന കേട്ടില്ലേ, ഹിസ് എക്സലൻസി ഹമാരാ തൊടാ ഖയാൽ കർ ദീജിയെ എന്ന് പറഞ്ഞിട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ ഹിസ് എക്സലൻസി എന്നൊരു ആവശ്യമില്ല. ഹിസ് എക്സലൻസി എന്നൊക്കെ പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായത്തിൽ തമ്പ്രാനെ വിളിച്ചുകൊണ്ടിരുന്ന വേർഡാണ്. ബ്രിട്ടീഷ് രാജൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ വൈസ്രോയും കാര്യങ്ങളും ഒക്കെ ബഹുമാനം കൊണ്ട് ഇതാക്കുന്നതാണ് ഹിസ് എക്സലൻസി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു നിൽക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏടുണ്ട് ഹിസ് എക്സലൻസി? ഓക്കെ, നമ്മളൊരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്തെ രാജാവിനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഫെയർ ടു കോൾ കിങ് ഓർ ഇൻ സച്ച് ഹൈ പൊസിഷൻ പീപ്പിൾ ടു ബി അഡ്രസ്ഡ്. പൊളിറ്റിക്സും ഡെമോക്രസിയും നിലനിൽക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ രാജ്യത്തിൽ നമ്മൾ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു നേതാവാണ്, ഞാനൊരു മിനിസ്റ്ററാണ്, മറ്റൊരു മിനിസ്റ്റർ ഒരിക്കലും ഹിസ് എക്സലൻസി എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തൊക്കെ വിനയത്തിൻ്റെ പേരിലായാലും ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേർഡ്. എനിവേ, ഇറ്റ്സ് ഔട്ട് ഓഫ് ദ ടോപ്പിക്സ് ഓർ ഔട്ട് ഓഫ് ദ ബോക്സ് ഡിസ്കഷൻ. അതിലേക്ക് നമുക്ക് വിടാം. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഈ അലക്സാണ്ടർ ഡേ റോത്ത്ഷീൽഡ് 2026 ജനുവരിയിലും ഫെബ്രുവരിയിലും വന്നുകൊണ്ട് നമ്മളെ നാട്ടിലെ ഫോറിൻ മിനിസ്റ്ററേയും അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് പല ചർച്ചകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് NSEയിലുള്ള IPO അഡ്വൈസറി കമ്മിറ്റിയിൽ IPO അഡ്വൈസറായിട്ട് അലക്സാണ്ടർ ഡേ റോത്ത്ഷീൽഡിനെ നിയമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും എന്നെ അലോസരപ്പെടുത്തിയ ടോപ്പിക്. അതായത് ലോകത്തുള്ള എല്ലാ ഫണ്ടും കൈകാര്യം ചെയ്യുന്ന, ലോകത്തുള്ള എല്ലാ ഗവൺമെൻറ്റിനും കടം കൊടുക്കുന്ന, ലോകത്തിലുള്ള എല്ലാ ഇക്വിറ്റി ഫണ്ടുകളും എല്ലാ മാർക്കറ്റും കൺട്രോൾ ചെയ്യുന്ന ഇവന്മാർ ഇത്ര നാളും ഇന്ത്യയെ ഗവനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വരാൻ പോകുന്ന യുദ്ധത്തിൽ ഈ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടുമായി നമുക്ക് പോകാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇവർ വന്നത്. അത് തന്നെയാണ് അവർ ചെയ്തത്. അവരത് ചെയ്തില്ലേ? ഓയിൽ പ്രൈസസ് ഷൂട്ടപ്പ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ അവർ 4-5 മാസം മുന്നേ വന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ എല്ലാ ഷെയർ പാറ്റേൺസിലും അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, എന്തിൻ്റെയൊക്കെ പ്രൈസാണ് ഷൂട്ടപ്പ് ചെയ്യാൻ പോകുന്നത്, അവിടെയൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തു, ബെനിഫിറ്റ് എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വന്നിട്ട് കഴിഞ്ഞ മാസമോ ഒരു മാസത്തോളം ഏകദേശം വന്നിട്ട് ആരും ഗോൾഡ് വാങ്ങരുത്, ആരും അനാവശ്യ യാത്രകൾ നടത്തരുത് എന്നൊക്കെ പറഞ്ഞ് തീരുന്നതിൻ്റെ മുന്നേ തന്നെ മാർക്കറ്റിൽ നിന്ന് 7 ലക്ഷം കോടി വൈപ്പ് ഔട്ടായി പോയത്. ഈ വൈപ്പ് ഔട്ടായി പോകുകയെന്ന് പറഞ്ഞാൽ ആരും പൈസ എടുത്ത് പോകുന്നതല്ല, ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് ബൈയും സെല്ലും കൊടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ വാർത്ത വരുത്തും, ജനങ്ങൾ പാനിക്കായിട്ട് സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെല്ല് ചെയ്യുമ്പോൾ ലാഭം കിട്ടണമെങ്കിൽ ആദ്യം ആര് വാങ്ങി വെച്ചിട്ടുണ്ടാവണം? ഇവരെ പോലെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന സോ കോൾഡ് ഡിസാസ്ട്രസ് ഡെവിൽസ് ഈ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ജനങ്ങൾ ഇത് വിൽക്കുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് മൊത്തം ഇവരുടെ പെട്ടിയിലേക്കാണ് പോകുന്നത്. പാനിക് സെല്ലിംഗ് ആണ് നടക്കുന്നത്. പാനിക് സെല്ലിംഗ് നടക്കുമ്പോൾ ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം 50 രൂപയ്ക്ക് വരെ വിൽക്കാൻ ഞാൻ തയ്യാറാണ്.
അത് വാങ്ങുന്ന ആരാണ്? അത് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെയാണ് പോയിന്റ്. 100 രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 50 രൂപയ്ക്ക് വിൽക്കുകയാണ്. എൻ്റെ 50 രൂപ പോയി. 100 ആയിരുന്നു അതിൻ്റെ വാല്യൂ. 50 ഞാൻ മാർക്കറ്റിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. മാർക്കറ്റിൽ ഒരാൾ ഇതൊക്കെ എടുക്കുന്നുണ്ട് 50-ന്. ഈ 50-ന് വിട്ട് ഞാൻ തന്നെ നാളെ മറ്റന്നാളെ പോയിട്ട് 60-നോ 70-നോ അത് മേടിക്കുന്നു, അവർക്ക് ഉറപ്പായിട്ടും അറിയാം. ദാറ്റ്സ് ഹൗ ദ മാർക്കറ്റ് വർക്ക്സ്. സോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഈ ഒരു യുദ്ധത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നശിപ്പിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന തെളിവുകളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല. അതുപോലെ തന്നെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഒക്കെ മുന്നേ അവർ 2019 മുതൽ ഇതിൻ്റെ ഫണ്ട് കളക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഫണ്ട് കളക്ഷൻ 2019 കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്കറിയാം പല ഗവൺമെൻറ്റിനും അറിയില്ല ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, ആൾക്കാർക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ല, ആൾക്കാരുടെ കയ്യിൽ ഉള്ള ഫണ്ടുകൾ ഇന്ന രീതിയിൽ ചിലവാക്കണമെന്ന് ഗവൺമെൻറ് റെഗുലേഷൻസ് കൊടുക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യൂദാസ് വരുന്നത് ഇൻ ടു ദ പ്ലേ. റോത്ത്ചൈൽഡിന് അല്ലെങ്കിൽ ഇലുമിനാറ്റിക്ക് ഓരോ സമയത്ത് ഓരോ സ്പൂൺ ഉണ്ടാവും, സ്പൂൺ ടു ഫീഡ് അപ്പ്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ സ്പൂൺ വേണം. അങ്ങനെയുള്ള സ്പൂണുകളിൽ പെട്ട ഒരു സ്പൂണാണ് ദ ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സിനെ പറ്റി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ടെക്കായ ഒരു പാവം പിടിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വിൻഡോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കമ്പ്യൂട്ടർ നമ്മൾ പണ്ട് തുറക്കുമ്പോൾ തന്നെ ഒരു മ്യൂസിക് ഉണ്ടാക്കിയിട്ട് തുറന്നു വരും, അതിൽ വിൻഡോസിൻ്റെ ചിഹ്നം കാണിച്ചുകൊണ്ട്. ഇത് ഒക്കെ ഡെവലപ്പ് ചെയ്ത മൈക്രോസോഫ്റ്റിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ബിൽ ഗേറ്റ്സ്. ഇയാൾ 2009 മുതൽ അല്ലെങ്കിൽ 2000 മുതൽ ഈ മില്ലനിയം മുതൽ ഇയാളുടെ പ്രവർത്തന മേഖല കമ്പ്യൂട്ടറിൽ നിന്നും സോഫ്റ്റ്വെയറിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ആരോഗ്യ മേഖലയിലേക്ക് എടുത്ത് ചാടി. അത്യാർത്തി തന്നെ, വേറൊന്നുമല്ല. കാരണം കമ്പ്യൂട്ടറുകൾ വിൽക്കാവുന്നതൊക്കെ വിറ്റു, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ, സെയിൽസ് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ആരോഗ്യമാകുമ്പോൾ എത്രയും വിൽക്കാം. ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടെന്ന കണക്കൊക്കെ എടുത്തിട്ട് ഓരോ ആൾക്കും ഒരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരും അത് മേടിക്കും. കമ്പ്യൂട്ടർ അങ്ങനെയല്ല. കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങി എല്ലാവരും അത് ഉപയോഗിക്കും. ആളെണ്ണിയിട്ടൊന്നും കമ്പ്യൂട്ടർ ഉപയോഗിക്കില്ല. പക്ഷേ ഇഞ്ചക്ഷൻ അങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ആളെണ്ണി തന്നെ വെച്ചാലേ നമ്മുടെ മനസ്സിന് സുഖമാവും. അപ്പോൾ ആ ഒരു സൈക്കോളജി മനസ്സിലാക്കിയ നമ്മുടെ യൂദാസ് ബിൽ ഗേറ്റ്സ് ഇറങ്ങിയിരിക്കുകയാണ് 2019 ഫസ്റ്റ് തന്നെ വൈറസിനെ ഇറക്കുന്നു, എല്ലാവരും രോഗമാകുമ്പോൾ ഈ രോഗമൊക്കെ വരുന്നതിന് മുമ്പ് 2019 തന്നെ ഇയാൾ ഒരു ജർമ്മൻ കമ്പനിയായ BioNTech ഒരു $50 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ പത്രപ്രവർത്തകർ ചോദിച്ചു, സാർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ വന്നിട്ട് പറഞ്ഞു, അത് പിന്നെ എയ്ഡ്സിനെതിരെയും പല ട്യൂബർക്കുലോസിസ് പോലെയുള്ള RNA വൈറസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു സംഭാവനയാണെന്ന് പറഞ്ഞു. മാന്യം. ഈ സംഭാവനയൊക്കെ കൊടുത്ത് 4 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കമ്പനി ഒരു മരുന്ന് കണ്ടുപിടിച്ചു. കമ്പനിയുടെ മരുന്നിൻ്റെ പേരായിരുന്നു ഫൈസർ BioNTech. ഈ മരുന്നാണ് പിന്നീട് കോവിഡിന് എല്ലാവർക്കും അടിച്ചു കൊടുത്തുകൊണ്ട് ബിൽ ഗേറ്റ്സിൻ്റെ കമ്പനിയിലേക്കും ബിൽ ഗേറ്റ്സിൻ്റെ പോക്കറ്റിലേക്കും കോടിക്കണക്കിന് രൂപ കൊണ്ട് നിറച്ച ലോകത്തുള്ള അതിൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയായിരുന്നു? ലോകത്തുള്ള എല്ലാ സംഘടനകളും, എല്ലാ ഗവൺമെൻറ്റും, ലോകത്തുള്ള എല്ലാ ജനങ്ങളും. അത്ര മാത്രമേ ബിൽ ഗേറ്റ്സിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ ബിൽ ഗേറ്റ്സിനെ പറ്റി ഒരു ചെറിയ കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇയാൾ തന്നെ 2009 നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് പാവപ്പെട്ട ഗുജറാത്തിലെയും ആന്ധ്രാപ്രദേശിലെയും തീരെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ട്രൈബൽ ഗേൾസിനിടയിൽ ഒരു പരീക്ഷണം കൂടി നടത്തിയിന് മഹാൻ. HPV വൈറസിനെതിരെ, പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന HPV വൈറസിനെതിരെ കൗമാരപ്രായക്കാരായിട്ടുള്ള ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ഉറപ്പുള്ള ട്രൈബൽ ഏരിയയിലുള്ള സ്കൂളുകളിൽ സ്കൂൾ മാഷുടെ ഒരു ഒപ്പുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ മെർക്കിൻ്റെ ഗർഡാസിൽ അതുപോലെ സെർവാവിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 മരുന്നുകൾ പരീക്ഷണം നടത്തിക്കൊണ്ട് ഒരുപാട് കുട്ടികളെ കൊന്നൊടുക്കിയ ഒരു ലോകത്തിലെ ആൾക്കാരെ കൊന്നൊടുക്കുന്ന ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഞാൻ നേരത്തെ പറഞ്ഞ യൂദാസ്, അദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തിയാണത്. അദ്ദേഹം തന്നെ ക്ലൗഡ് സീഡിങ്ങും കാര്യങ്ങളും ഇപ്പോൾ സോളാർ റീ എഞ്ചിനീയറിംഗ് ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ യുദ്ധത്തിൻ്റെ ഗ്യാപ്പിൽ ആർക്കും അതിനൊന്നും പ്രതികരിക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും മഴ പെയ്യുമ്പോൾ തലയിലേക്ക് ഫോസ്ഫറസിൻ്റെ സാധനങ്ങൾ വന്നു പോകുന്നു. കാരണം സൂര്യനെ കവർ ചെയ്തുകൊണ്ട്, സൂര്യൻ്റെ ചൂട് കുറച്ചുകൊണ്ട് ലോകത്തിന് നന്മയായി ഉണ്ടാക്കാൻ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സോളാർ റീ എഞ്ചിനീയറിംഗ്. ആരാ ഇവനോട് ഇതൊക്കെ അവകാശപ്പെട്ടിട്ടുള്ളത്? ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാൻ ഒറ്റൊരു കാര്യമേ ഉള്ളൂ. ഇങ്ങനെ ലോകത്തിൽ സൂര്യൻ്റെ ചൂട് കൊടുക്കണമെന്ന് ജനങ്ങളാരെങ്കിലും നിന്നോട് അവകാശപ്പെട്ടടാ? ബിൽ ഗേറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നു, കോവിഡിനെ പറ്റി പറയുമ്പോൾ യുദ്ധത്തിനെ പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അതാണ് ബിൽ ഗേറ്റ്സ്, സോളാർ എനർജി. ഇനി നമുക്ക് പോവുകയാണെങ്കിൽ എപ്സ്റ്റീൻ ഫയൽസിലേക്ക് പോകാം. ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഒരു 4-5 മാസം മുമ്പാണ് അമേരിക്കയുടെ
പിന്നെ ഡിറ്റക്റ്റീവ് വിഭാഗം എപ്സ്റ്റീൻ ഫയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ജെഫ്രി എപ്സ്റ്റീൻ ചെയ്ത ക്രൂരകൃത്യങ്ങളുടെ ഒരു ഫയൽ പുറപ്പെടുവിക്കുന്നത്. ഈ എപ്സ്റ്റീൻ ഫയൽസിനെ പറ്റി ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തുള്ള പൈസ കൂടിയ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ബിൽ ഗേറ്റ്സ്, ഡൊണാൾഡ് ട്രംപ് അതുപോലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഈ ഒരു ഐലൻഡ് ഉണ്ട് ജെഫ്രി എപ്സ്റ്റീൻ ഐലൻഡ്. അതിനൊക്കെ മുന്നേ പറയാം ജെഫ്രി എപ്സ്റ്റീൻ്റെ ബോസ് റോത്ത്ഷൈൽഡാണ്. കഥ മനസ്സിലായി പോകേണ്ട കണ്ടിന്യൂ പറയാണ്. ജെഫ്രി എപ്സ്റ്റീന് ചെലവും ആ ഐലൻഡും അവിടുത്തെ വീടും പൈസയും കാറൊക്കെ കൊടുത്ത് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത ആളുടെ പേര് റോത്ത്ഷൈൽഡ് ഫാമിലിയാണ്. അപ്പോൾ റോത്ത്ഷൈൽഡ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ജെഫ്രി എപ്സ്റ്റീൻ വർക്ക് ചെയ്യുന്നത്. എന്താണ് വർക്ക്? ലോക നേതാക്കളെയും ലോകത്ത് പൈസയുള്ള ഏറ്റവും വലിയ വലിയ ആൾക്കാരെയും പവർ പൊളിറ്റീഷ്യനൊക്കെ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കുക, പെൺകുട്ടികളെ കൊടുക്കുക, അതുപോലെ എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും വീഡിയോയിൽ പകർത്തുക, ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ആ ബ്ലാക്ക്മെയിലിൽ ആരൊക്കെ പെട്ടിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. ഈ പറഞ്ഞ ജെഫ്രീനും എപ്സ്റ്റീനും ബിൽ ഗേറ്റ്സും മാത്രമല്ല, ലോകത്തുള്ള പല നേതാക്കളും പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില നേതാക്കൾക്കെതിരെ മിണ്ടാതെ ഒരു മൂലക്ക് പോയി ഇവരൊക്കെ ഇരുന്നിട്ട് മിണ്ടാതിരിക്കുന്നത്. ആരാ എന്താണെന്നും പറയാൻ നമുക്ക് നിർവാഹമില്ല. ഇപ്പോൾ ജെഫ്രി എപ്സ്റ്റീനെ പറ്റിയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അവിടെ നടന്നിട്ടുള്ളൊരു ഫിനോമിനൻ്റെ പേരാണ് എഡ്രിനോക്രോം ഡ്രിങ്കിങ്, അല്ലെങ്കിൽ ഓക്സി ബ്ലഡ് എഡ്രിനോക്രോം ഡ്രിങ്കിങ് പ്രോസസ്സ്. ആൻറ്റി ഏജിങ്ങിന് വേണ്ടി ചില ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതനുസരിച്ച് പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഏജ് റിവേഴ്സിങ്, അതായത് നമുക്കിപ്പോൾ ഒരു ഏജ് ഉണ്ട്, എനിക്കിപ്പോൾ ഒരു 25 ഇയേഴ്സ് എനിക്ക് ഏജ് ഉണ്ട്. ഓക്കെ, ഇനിയും എനിക്ക് എൻ്റെ ഏജ് 20 ആയി തോന്നിപ്പിക്കണമെങ്കിൽ ഏജ് റിവേഴ്സിങ് നോക്കണം. ഏജ് റിവേഴ്സിങ് ഹോർമോൺ വേണമെങ്കിൽ ഗുളികയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. ചെറിയ കുട്ടികൾ, അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ പേടിപ്പിക്കുക, ഹൊറിഫൈ ചെയ്യുക, അവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവരെ പേടിപ്പിക്കുക. ആ പേടിപ്പിക്കുമ്പോൾ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു ത്വര ഉണ്ടാവും. ആ ത്വരയുടെ പേരാണ് അഡ്രിനാലിൻ റഷ്. ഈ അഡ്രിനാലിൻ റഷ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവരെ കട്ട് ചെയ്യുക, ക്ലീനായിട്ട് അവരെ കൊല്ലുക. അപ്പോൾ അവർ ആ ബ്ലഡിൽ ബ്ലഡിൻ്റെ ക്രോമസോമിൽ അഡ്രിനാലിൻ റഷ് ആയിരിക്കും. അഡ്രിനാലിൻ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ളൊരു ജ്യൂസ് ബ്ലഡ് ആയിരിക്കും അത്. ഈ ബ്ലഡ് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. നമ്മളിതിങ്ങനെ വെള്ളം കുടിക്കുന്ന പോലെ ഇങ്ങനെ കുടിക്കുക, രക്തം. ഇതാണ് ജെഫ്രി എപ്സ്റ്റീൻ്റെ ഐലൻഡിൽ നടന്നിട്ടുള്ള ഏറ്റവും ചെറിയ കലാപരിപാടി. കണ്ണിച്ചോരയില്ല എന്നല്ല, ഹൃദയമില്ലാത്ത, കണ്ണിച്ചോരയില്ല എന്നൊക്കെ നമ്മൾ പണ്ട് പറയും, കണ്ണിച്ചോരയില്ലാതെ കുത്തിക്കൊന്നൊക്കെ, അതൊക്കെ അവിടെ വെക്കട്ടെ. ഹൃദയമില്ലാതെ ഈ പോയ എല്ലാവർക്കും ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് പോയിട്ടുള്ളത്. ഇവർ ഈ എഡ്രിനോക്രോം ഡ്രിങ്കിങ് പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരുന്ന ഏറ്റവും ചെറിയ കലാപരിപാടി. ബ്ലഡ് ഡ്രിങ്കിങ്, എഡ്രിനോക്രോം റേസിങ്. അതിന് ചെറുങ്ങായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കട്ട്, ഫിയർ, കട്ട്, ഡ്രിങ്ക്, ഓക്സി എഡ്രിക്രോം ആൻറ്റി ഏജിങ് പ്രോസസ് എന്നാണ് അവിടെ അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അതായത് കട്ട്, ഫിയർ, കട്ട് എന്ന് ഉദ്ദേശിച്ചത് ഈ 4 or 5 വയസ്സുള്ള കുട്ടികളെ കൊണ്ട്, അതിലും ചെറിയ പ്രായമുള്ള 1 or 2 വയസ്സുള്ള കുട്ടികളെ ഈ കുട്ടികളെ കൊണ്ട് തന്നെ കൊല്ലിക്കും. അതിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പേടിച്ച് വിറച്ചിട്ട് ഉണ്ടാകുന്ന ആ സമയത്ത് ഈ പേടിച്ച് വിറച്ച കുട്ടിയുടെ ബ്ലഡ് എടുക്കുക. കട്ട് ചെയ്തിട്ടോ ഇഞ്ചക്ഷൻ ചെയ്തിട്ടോ എടുക്കുന്നുണ്ടാവും, അത് എന്നിട്ട് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരിക്കും. ഈ അഡ്രിനാലിൻ ഓക്സിഡൈസ് ആയിട്ടുള്ള ഈ ബ്ലഡ് കുടിച്ചുകൊണ്ട് ഈ കളവന്മാർക്ക് ആൻറ്റി ഏജിങ് പ്രോസസ്സ് തുടങ്ങും. വേറൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല, ഇവിടെ പറയാൻ പറ്റില്ല. അത് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിച്ചാലേ അത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സാണ് ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയത്. ഈ സംഭവത്തിന്, ഈ ഐലൻഡിൽ നടന്ന പ്രവർത്തനം ഈ യുദ്ധവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഈ ഐലൻഡിൽ വന്നു പോയിട്ടുള്ള എല്ലാ നേതാക്കന്മാരും ഇവരെ അനുകൂലിച്ചിട്ടില്ലെങ്കിലും ഇവർക്കെതിരെ മിണ്ടിയിട്ടില്ല. അതേ സ്ഥാനത്ത് ഫ്രാൻസ് പ്രസിഡൻറ്റ് മാക്രോൺ ആയിക്കോട്ടെ, ഇറ്റലിയുടെ പ്രസിഡൻറ്റ് മെലോണി ആയിക്കോട്ടെ, സ്പെയിനിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം ആയിക്കോട്ടെ, തുർക്കിയുടെ പ്രസിഡൻറ്റ് എർദോഗാൻ ആയിക്കോട്ടെ, ഇവരൊക്കെ വളരെ നിഷിദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ഈസ് കില്ലിങ് പീപ്പിൾ, ഇസ്രായേൽ അനാവശ്യമായ ആൾക്കാരെ കൊല്ലുകയാണെന്ന് അവർ വാതുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ രാജ്യമായി അംഗീകരിക്കില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല രാജ്യങ്ങളും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതും ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ളത് ഒരു വിരോധാഭാസമായി തന്നെ നിലനിൽക്കുന്നു. ഇറ്റ്സ് എ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്. നമ്മൾ അറിയാത്ത കാര്യമൊന്നും നമ്മൾ തറപ്പിച്ച് പറയുന്നില്ല, ഇതൊക്കെ അസംഷൻസും ആവാം. ഇനി നമ്മൾ ഈ യുദ്ധത്തിൻ്റെ വേറൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഡൊണാൾഡ് ട്രംപ്. ട്രംപിനെ പറ്റി പറയാതെ ഈ ഒരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. ട്രംപിനെ പറ്റി പറഞ്ഞ ഏറ്റവും ചെറിയ, ട്രംപിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു വാക്കുണ്ട്. ഒരു മിനിറ്റ്, എൻ്റെ അമ്മേ കാര്യം.
ഡാമേ ഇരുന്നിട്ട് നടുവേനയായി അതുകൊണ്ടൊന്ന് എണീച്ചതാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ട്രംപിനെ പറ്റിയിട്ട് പറയാൻ നിന്ന ഒരു ചെറിയൊരു വാക്കുണ്ട്. ട്രംപിനെ പറ്റി ട്രംപിൻ്റെ സ്വന്തം അമ്മ, അപ്പോൾ അവധിയുടെ പേര് ഓർക്കുന്നത്, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്, ഒരു ബൈറ്റിൽ കണ്ടതാണ്. അമ്മ പറഞ്ഞത്, എൻ്റെ മകൻ വളരെ ഇമ്പൾസീവായിട്ടുള്ള ഒരുത്തനാണ്, അത് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു കഴുതയാണ് അവൻ. ഇവൻ എന്ത് ബിസിനസ് ചെയ്തോട്ടെ ഒരിക്കലും ഇവനെയൊന്നും ഈ രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പദവിയിലും ഇവൻ എത്താൻ പാടില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ട്രംപിൻ്റെ അമ്മ പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം ഇത്ര പറയാം. അതായത് വളരെ ഇമ്പൾസീവായിട്ടുള്ള ഒരാൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ്, അവരെ കൊന്നേക്കുന്നത്. ഓക്കെ, കൊന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, ഞാൻ കൊല്ലാൻ പറഞ്ഞ ആൾ നല്ലൊരാളായിരുന്നു, പക്ഷെ അവൻ്റെ സമയമായി, അതുകൊണ്ട് അവൻ ചത്തു. ഇതാണ് ഇയാളുടെ ഒരു ലൈൻ. പക്ഷേ ഈ യുദ്ധത്തിൽ ഇയാൾ അതിബുദ്ധി കാണിച്ചോ എന്ന് ചോദിച്ചാൽ കാണിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഈ യുദ്ധം തുടങ്ങിയ അന്ന് മുതൽ, ആ തുടങ്ങിയ ആഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് ഈ ഇന്നലെ സമാധാന കരാർ ഒപ്പിടുന്നത് വരെ ട്രംപിൻ്റെ സിൽബന്തികൾക്കും ട്രംപിൻ്റെ ആശ്രിതർക്കും ട്രംപിൻ്റെ മോളുടെ ഭർത്താവായ ജെറാൾഡ് കുഷ്ണർക്കും ട്രംപിൻ്റെ മോനായ ജൂനിയർ ട്രംപിനുമൊക്കെ കോടിക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇൻസൈഡ് ട്രേഡിംഗ് എന്ന മാമാപ്പണി പിമ്പ് വർക്ക് ചെയ്ത ഒരാളാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല എന്ന് പറയേണ്ടി വരും. ബിക്കോസ് ഇയാൾ വന്നിട്ട് പറയാണ്, ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറയാണ്, ഐ ആം ഗോയിങ് ടു ബോംബ് ഇറാൻ, ഞാൻ ഇറാനെ ബോംബ് ചെയ്യാൻ പോവുകയാണെന്ന് വന്നിട്ട് പറയാണ്. അതേ സമയത്ത് ഈ പറയാൻ പോകുന്ന ഡയലോഗ് ഒരു 10 മണിക്കൂർ മുന്നേ തൻ്റെ മോനെ വിളിച്ച് പറയും, മോനെ ഞാൻ ഇങ്ങനെ പറയാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ വില കൂടാൻ പോവാണ്, ഞാൻ ആവശ്യത്തിൽ കൂടുതൽ മേടിച്ച് വെച്ചോ. എന്ത്, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പാലും മുട്ടയല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ കൊണ്ട് എന്തൊക്കെയാണോ വില കൂടാൻ പോകുന്നത് ആ സാധനമൊക്കെ ബൾക്കായിട്ട് ഇയാളുടെ മോൻ മേടിക്കും. ഇയാളുടെ മോൻ 10 മില്യന് മേടിക്കും, ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനത്തിന് 100 മില്യൺ ആകും. ഹി വിൽ സെൽ ഇറ്റ് ഓഫ്. ഇനി അടുത്ത ആഴ്ച ഇയാൾ പറയാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഞാൻ ഇറാനുമായി സമാധാനം ഉണ്ടാക്കാൻ പോവാണ്, അപ്പോൾ സാധനങ്ങൾക്ക് വില കുറയും. അപ്പോൾ എന്തൊക്കെയാണ് വിൽക്കേണ്ടത് ആ സാധനങ്ങളൊക്കെ ഈ ജെറാൾഡ് കുഷ്ണറും അവരുടെ ടീമും ട്രംപിൻ്റെ മോനൊക്കെ ഒരുപാട് ബെറ്റിംഗ് ആപ്പുകളിലും ഓൺലൈൻ ട്രേഡിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കളിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫിനോമിനെ പറയുന്ന പേരാണ് ഇൻസൈഡർ ട്രേഡിംഗ്. ഞാനിതിനെ തന്തയില്ലായ്മ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിലെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇതിനെ വിളിക്കുന്നത് ഇൻസൈഡർ ട്രേഡിംഗ്. അതുപോലെ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവമാണ്, നമ്മുടെ ട്രംപിൻ്റെ ഭാര്യയും പണ്ടത്തെ മുൻ മോഡലുമായ മെലീന ട്രംപ് ഒരു ദിവസം വന്നിട്ട് നമ്മുടെ വൈറ്റ് ഹൗസിൽ ഈ ട്രംപിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്, പത്രപ്രവർത്തകരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ വന്നിട്ട് മൈക്കൊക്കെ എടുത്തിട്ട് ഹലോ മൈക്ക് ചെക്ക് എന്നെ എല്ലാവർക്കും അറിയാമല്ലോ, അവിടെ കാര്യമൊക്കെ പറയുന്നത് ഉറക്കുമായിരുന്നു. കാരണം അത് അങ്ങനത്തെ കാര്യം പറയാൻ പോകുന്നത് ഒരു കാര്യമില്ലാതെ വന്നിട്ട് ഇവരോട് ആരും ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല, ഇവരോട് ആരും ഇത് പറയാനും പറ്റില്ല. ചിലപ്പോൾ ട്രംപിൻ്റെ അതിബുദ്ധി ആവാം, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഈ ട്രംപിൻ്റെ ഭാര്യ മെലീന ട്രംപ് വന്നിട്ട് പറയാണ്, ഇതാ എനിക്ക് നിങ്ങളൊക്കെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ മെലീന ട്രംപ്, എന്നെ അറിയാമല്ലോ, ഞാൻ ഒരു തരത്തിലും ഈ മരിച്ചുപോയ എപ്സ്റ്റീനുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ എപ്സ്റ്റീൻ ഐലൻഡിൽ പോയിട്ടുമില്ല, എനിക്ക് ഇയാളെ പരിചയവുമില്ല, ഞാനും എൻ്റെ ഭർത്താവും മാന്യമായി കുടുംബം നോക്കി ജീവിക്കുന്ന ഒരാൾക്കാരാണ്, ഞങ്ങളുടെ മക്കളും കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഈ എപ്സ്റ്റീനുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ഒരു ബന്ധവും ഇല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞത്. ഇതും പറഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പോൾ നെറ്റിസൻസും പത്രപ്രവർത്തകരും പാപ്പരാസികളൊക്കെ ഇങ്ങനെ എന്തുവാടാ ഈ അമ്മച്ചി ഇപ്പം വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, എല്ലാവരും ചകയാൻ തുടങ്ങി. മെലീന ട്രംപ് ഹിസ്റ്ററി, മെലീന ട്രംപ് മറ്റേതെന്ന് പറഞ്ഞിട്ട് എക്സിലും പിന്നെ ഫേസ്ബുക്കിലും ഗൂഗിളിലും പണ്ട് പൂട്ടി വെച്ച ഓർക്കൂട്ട് വരെ ചകന് കുത്തിത്തിരിഞ്ഞ് ശവപ്പറമ്പ് തോണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ മെലീന ട്രംപ് എപ്സ്റ്റീനുമായിട്ട് പല പാർട്ടികളിൽ പങ്കെടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പല ഫോട്ടോസും ട്രംപ് തന്നെ വിഷയം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതെന്ന് അറിയില്ല. അങ്ങനെ ആയാലും ആ പൊണ്ണും പിള്ളയും കൂടി ഈ എപ്സ്റ്റീൻ ഫയലും എപ്സ്റ്റീനും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ലോകർക്ക് എല്ലാവർക്കും അറിഞ്ഞു. എപ്സ്റ്റീനെ ഫണ്ട് ചെയ്തത് റോത്ത്ഷൈൽഡാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ബാലിലേക്ക് വരാം. ദൈവമായ ബാൽ, അതായത് നമ്മുടെ ഈ ഇസ്രായേലുകളുടെ ജൂതന്മാരുടെ പിന്നെ ഇവരുടെ ഈ ബുക്കുകളിലൊക്കെ പറയുന്ന മരണത്തിൻ്റെ ഒരു ദൈവമുണ്ട്, മോട്ടോ എന്നിട്ട് മോട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ മോട്ടിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബാൽ. വേറൊരു ദൈവമാണ്, ദൈവങ്ങൾ തമ്മിൽ സുഹൃത്താവാലോ. അപ്പോൾ ആ ദൈവമാണ് ബാൽ. ബാലാണെങ്കിൽ ഫെർട്ടിലിറ്റിയുടെ, ഉൽപ്പാദനത്തിൻ്റെയും
മഴയുടെയും ഇടിമിന്നലിൻ്റെ ഒക്കെ ദൈവമെന്നും അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ സന്തോഷിപ്പിച്ചാൽ, ബാൽദേവനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധങ്ങളിലൊക്കെ ജയിക്കുന്നതാണ് വെപ്പ്. പക്ഷെ അത് നടന്നില്ല ഇപ്രാവശ്യം. ഈ ബാൽദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണത്രേ ഈ എപ്സ്റ്റീൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എപ്സ്റ്റീൻ ഐലൻഡിൽ ഈ എഡ്രിനോക്രോം കട്ട് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് വയസ്സ് കുറപ്പിക്കുക, ആൻറ്റി ഏജിങ് തുടങ്ങിപ്പിക്കുക. അതുപോലെ തന്നെ ബാൽദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രക്തമാണ് കുട്ടികളുടെ രക്തം. ചെറിയ കുട്ടികളെ, അതായത് ജനിച്ച് 1 വയസ്സ് മുതൽ ഒരു 10 വയസ്സിനുള്ള കുട്ടികളെ ഇങ്ങനെ അറുത്ത് ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാൽദേവൻ അത് കുടിക്കുന്നൊക്കെയാണ് ഇവരുടെ ഒരു വെപ്പ്. കിടക്കട്ടെ. ഈ ബാൽദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നെതന്യാഹുവിൻ്റെ സ്പെഷ്യൽ നിർദ്ദേശപ്രകാരമാണത്രേ ഈ ഇറാൻ്റെ യുദ്ധത്തിൽ ഫസ്റ്റ് ഡേ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ്റെ ആർമി ബേസിൽ നിന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ടൊമഹോക്കിൻ്റെ 2 മിസൈൽസ് ഒരു സ്കൂളിൻ്റെ 2 ഭാഗത്ത് കുട്ടികൾ പേടിച്ചുകൊണ്ട് ഒളിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ടിട്ട് 175 കുട്ടികളെ കൊന്നുകൊണ്ടാണ് ഈ യുദ്ധം തുടങ്ങിയത് തന്നെ. മനസ്സിലായോ? അമേരിക്കയെ പോലെ ഇസ്രായേലിനെ പോലെ ടെക്നോളജിക്കൽ പരമായി, സാറ്റലൈറ്റ് പരമായി, റഡാർ പരമായി ലോകത്തിന്നുള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്ന എന്ന് അവകാശപ്പെടുന്ന, അല്ല സത്യമാണത്, റഷ്യക്കും ചൈനയ്ക്കും ഉണ്ടെങ്കിൽ കൂടി ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് തലതൊട്ടപ്പൻ അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇവർക്കറിയാം അത് മിലിറ്ററി ബേസിൻ്റെ അടുത്താണ്, പക്ഷേ മിലിറ്ററി ബേസ് അല്ല. അവിടെ മിലിറ്ററി ബേസിൽ ഒരിക്കലും 150 കുട്ടികളൊന്നും വന്ന് പഠിക്കൂലല്ലോ. 10-200 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് അവിടെ ഉള്ളതെന്നും ആ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ടൈമാണ് രാവിലെ 9 എന്നും 8 മണിക്ക് തുടങ്ങുന്നതാണ്. ഇപ്പോൾ രാവിലെ 10:30 അങ്ങനെ സ്കൂൾ തുടങ്ങി ഒരു കുട്ടി പോലും എത്താതിരിക്കണമല്ലോ, എല്ലാവരും എത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സ്കൂൾ വർക്കിംഗ് ടൈമിൽ ടൊമഹോക്കിൻ്റെ ഒരു മിസൈൽ വന്നിട്ട് പോവുകയാണ് ഒരു സ്ഥലത്ത്. കുറച്ച് കുട്ടികൾ മരിച്ചു, കുറച്ച് കുട്ടികൾ ചെതറി ഓടി. അന്നേരം അവിടെയുള്ള ഹെഡ് ടീച്ചർ കുട്ടികളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ബേസ്മെൻറ്റിൽ പോയിരുത്തി. രണ്ടാമത് പ്രിസൈസ് മോണിറ്റേഡ് ലോഞ്ച് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ രണ്ടാമത്തെ ടൊമഹോക്കും വന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെല്ലാം പോയി ഒളിച്ചു നിൽക്കുന്ന സ്ഥലത്തേക്ക് വലിയൊരു ബോംബിടും. 175 കുട്ടികൾ വാസ് ഡെഡ് അറ്റ് ദ സെയിം പോയിന്റ്. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഇങ്ങനെയാണ് യുദ്ധം സ്റ്റാർട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ കമനേയുള്ള കൊട്ടാരത്തിലേക്ക് ബോംബ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇവർ വിചാരിച്ചു ഇവർ യുദ്ധം ജയിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും നേടാനില്ല, ഇവന്മാരൊക്കെ ചത്ത് മണ്ണടിഞ്ഞു, ഇനി ഇറാൻ നമ്മുടെ സ്വന്തമാണ്, ഇവിടെ ഒരു വിഷയമില്ല, ഞങ്ങൾ ഇറാഖിലും സിറിയയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ വിജയിച്ചതുപോലെ ഞങ്ങൾ ഇവിടെയും വിജയിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചു. തെറ്റുപറ്റിപ്പോയി, വിജയിച്ചില്ല. പക്ഷെ അല്ലേ, വിജയിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ വിജയിച്ചില്ല. അപ്പോൾ അലക്സാണ്ടർ ഡേ റോഷീൽഡ് ഇന്ത്യയിലേക്ക് എത്തിയ പറഞ്ഞു, ലാഭം കൊയ്യാൻ പറഞ്ഞു, അല്ലേ, യുദ്ധം തുടങ്ങി, ടോമഹോക്ക് മിസൈൽ ഉപയോഗിച്ചു കുട്ടികളെ കൊന്നത് പറഞ്ഞു. യെസ്. ഇനി ഇറാൻ ഡിഫെൻഡ് ചെയ്ത ഒരു രീതി, അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ വേ ഇറാൻ ഡിഫെൻഡഡ്, ഈ ലോകത്തിലെ തന്നെ യുദ്ധങ്ങളുടെ സമവാക്യങ്ങൾ മൊത്തം മാറ്റി മറിച്ചുകൊണ്ട് വലിയ വലിയ ബോംബറുകളോ വലിയ വലിയ ആയുധങ്ങളോ അല്ല, നിങ്ങളുടെ കയ്യിൽ കൺസിസ്റ്റൻ്റായി പ്രവർത്തിക്കാനുള്ള ഒരു ആർമിയും കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വിങ്സും പല ഏരിയയിലുണ്ടെങ്കിൽ അത് മാത്രം മതി നിങ്ങളുടെ യുദ്ധം വിജയിക്കാനെന്ന് ലോ കോസ്റ്റ് വാർ, എക്കണോമിക് വാർ എങ്ങനെ എഫക്റ്റീവായി ഉപയോഗിക്കാമെന്ന് ലോകത്തിന് തന്നെ ഒരു പഠിക്കേണ്ട വിഷയമാക്കി മാറിയിരിക്കുകയാണ് ഇറാൻ്റെ ഡ്രോണുകൾ. അമേരിക്ക ഓരോ സ്ഥലത്തും ബോംബ് കൊണ്ടുപോയിടുമ്പോൾ 10 മില്യൺ മുതൽ 20 മില്യൺ വരെയാണ് അതിൻ്റെ ചിലവ്. ആ പ്ലെയിനിലടിക്കുന്ന എണ്ണ മുതൽ നിലത്ത് വീണ ബോംബ് മുതലുള്ള എക്സ്പെൻസുകൾ. ഇറാൻ ഒരു ഡ്രോണ് ഉണ്ടാക്കി വിടാൻ ഉപയോഗിക്കുന്നത് $30,000 ആകെ. അമേരിക്ക ഒരു ബോംബ് ഇടുമ്പോൾ ഇറാന് 1000 ഡ്രോണുകൾ പല ഭാഗത്തേക്ക് അയക്കാം. ആ രീതിയിലുള്ള ഒരു യുദ്ധമുറ തുടങ്ങി വെച്ചു. ഇറാൻ്റെ ഡ്രോണുകളൊക്കെ യുദ്ധത്തിലെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് നേടിയ ഡ്രോണുകളാണ് ഇറാൻ പുറത്തുകൊടുത്ത് വിട്ടത്. പക്ഷേ വിട്ടതെല്ലാം അമേരിക്കൻ ബേസുകളാണെങ്കിൽ കൂടി അത് സഹോദര GCC രാജ്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു എന്നതാണ് വാസ്തവം. അത് ഇപ്പം ഖത്തറിൻ്റെ ആയാലും സൗദിയുടെ ആയാലും പിന്നെ കുവൈത്തിൻ്റെ ആയാലും ഒമാൻ്റെ ആയാലും അതുപോലെ തന്നെ ദുബൈയുടെ ആയാലും
സഹോദര രാജ്യങ്ങളിലുള്ള ആ രാജ്യത്തെ ആൾക്കാരും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അമേരിക്കൻ ബേസുകൾ. അപ്പോൾ ഇറാൻ്റെ ഭാഗത്തൊരു ചോദ്യം വരും, എന്തിനാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അവരുടെ ബേസ് തുറന്നു കൊടുക്കുന്നത്? അവിടെയും തെറ്റുപറ്റി. ഈ GCC രാജ്യങ്ങൾ വിചാരിച്ചത് അമേരിക്കയുടെ ബേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ്. ആ സമവാക്യവും തെറ്റാണെന്ന് കാലം തെളിയിച്ചു, അല്ലെങ്കിൽ ഇറാൻ തെളിയിപ്പിച്ചു. ഇനി ബാലിസ്റ്റിക് മിസൈൽസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകം ഞെട്ടുന്ന രീതിയിലുള്ള, പണ്ട് ലോകത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഒരു ബാലിസ്റ്റിക് മിസൈൽ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ഒരു 1000 കിലോമീറ്ററിനുള്ളിൽ പോകും എന്നുള്ളൊരു റേഞ്ച്, ആ ഒരു ഐഡിയയിലാണ് ലോകം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ഇറാൻ റഷ്യയുടെ സഹായത്താലോ ചൈനയുടെ സഹായത്താലോ എന്തോ ആയിക്കോട്ടെ, ഇറാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ, ഇറാനിൽ നിന്ന് തുടങ്ങിയാൽ ജർമ്മനി വരെ എത്തുന്ന ബാലിസ്റ്റിക്കുകൾ കയ്യിലുണ്ടെന്ന് മാത്രമല്ല പല ഏരിയയിലും തൊടുത്തുകൊണ്ട് അവർ തെളിയിക്കുകയും ചെയ്തു. 4000 കിലോമീറ്റർ റേഞ്ചിലുള്ള ബാലിസ്റ്റിക്സ് വരെ, ഹൈപ്പർസോണിക് കമേനി, ഹൈപ്പർസോണിക് ഫത്ത 2, സദാ 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇറാൻ്റെ കയ്യിൽ ഇതുവരെ ഉപയോഗിക്കാത്ത, ഈ 4000 കിലോമീറ്റർ റേഞ്ചിലുള്ള സാധനം അവർ ഉപയോഗിച്ചിട്ടില്ല. അവർ ഇസ്രായേലിലേക്കുള്ള നോർമലായിട്ടുള്ള ബാലിസ്റ്റിക്കും ഡബിൾ ബാലിസ്റ്റിക്കും അതുപോലെ ക്ലസ്റ്റർ ബോംബൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്തത്. അതും ഈ യുദ്ധത്തിൻ്റെ ഒരു പുതിയ മുഖമായിരുന്നു, ബാലിസ്റ്റിക് മിസൈലുകളുടെ ഇത്. അതുപോലെ ഇസ്രായേലും ഈ വാറിൽ എല്ലാവരെയും ഞെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അയൺ ഡോം പണ്ട് മുതലേ പ്രസിദ്ധമാണ്. ഈ അയൺ ഡോം എല്ലാവരും വിചാരിച്ചത് ഒരുപാട് പീസുകളുണ്ടെന്നാണ്. പക്ഷേ വളരെ പരിമിതമായ അയൺ ഡോം മാത്രമേ ഉള്ളൂ എന്ന് ഇറാനും അമേരിക്കയും തെളിയിച്ചു. കാരണം ഇറാന് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 4ാമത്തെ അടി മുതൽ അയൺ ഡോമിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും മിസൈലുകൾ വരുമ്പോൾ കൺട്രോൾ ചെയ്യാനുള്ള നമ്പർ ഓഫ് അയൺ ഡോംസ് ആരുടെ കയ്യിലും ഇല്ലെന്നും കൂടി തെളിഞ്ഞ ഒരു യുദ്ധമാണിത്. അതുപോലെ ഉക്രൈൻ മറ്റൊരു ഭാഗത്തുനിന്ന് ഈ എനർജി വാർ എന്ന് പറഞ്ഞുകൊണ്ട് റഷ്യയും മറ്റുള്ള രാജ്യങ്ങളൊക്കെ അപ്പുറം ഇപ്പുറം ലോകത്തുള്ള പല റിഫൈനറികളും ഈ യുദ്ധത്തിൽ ഇല്ലെങ്കിൽ കൂടി പല ഭാഗത്തും റിഫൈനറികൾ അങ്ങനെയെങ്കിലും കത്താൻ തുടങ്ങി. അത് ഞാനീ പറഞ്ഞ 1ാം ലോക മഹായുദ്ധത്തിൽ ആർക്കൊക്കെയോ പകയുണ്ടായിരുന്നു, ആ പക വീട്ടാൻ കൂടി യുദ്ധത്തിൻ്റെ സമയം ഉപയോഗിച്ചു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും, ഇന്ത്യയിലടക്കം റിഫൈനറികൾ കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ ഏറ്റവും വലിയ സബ്മറൈനായിട്ടുള്ള നമ്മുടെ UK-യുടെ ഈ HNS ആൻസനൊക്കെ വന്നിട്ടുള്ളൊരു വാറായിരുന്നത്. ഈ യുദ്ധത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ന്യൂക്ലിയർ ബോംബ് വരെ അമേരിക്ക അല്ലെങ്കിൽ നാറ്റോ സഖ്യം ഉപയോഗിക്കുമെന്നുള്ള വാർത്തകൾ വരെ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല സബ്മറൈൻ HNS ആൻസൺ പോലെയുള്ള സബ്മറൈൻസൊക്കെ അറബിക്കടലിൽ വന്നുകൊണ്ട് 2-3 ദിവസമൊക്കെ നങ്കൂരം ഇട്ടുകൊണ്ട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ ന്യൂക്ലിയർ വാർ ഇവിടെ നടക്കാതിരിക്കാനുള്ള ഏറ്റവും നമ്മൾ ഗ്ലാഡായിരിക്കേണ്ടത് അമേരിക്കയുടെ സോൾജേഴ്സും അമേരിക്കയുടെ കരസേനാ മേധാവിയായിട്ടുള്ള റാൻഡി ജോർജിനോടൊക്കെ ലോകം തന്നെ കടപ്പെട്ടിരിക്കുന്നു. പല വേളയിലും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമ്പൾസീവ് പേഴ്സൺ ആയിട്ടുള്ള ട്രംപ് ഇറാനെതിരെ ന്യൂക്ലിയർ ഉപയോഗിക്കണമെന്ന് വരെ ഒരാളോടും ആലോചിക്കാതെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ നടത്താതെ ഈ മേധാവിയെ വിളിച്ചുകൊണ്ട് ഏറ്റവും വലിയ ബോംബ് കൊണ്ട് അവിടെ ഇടുമെന്ന് പറഞ്ഞപ്പോൾ റാൻഡി ജോർജ്, അമേരിക്കൻ കരസേന മേധാവിയായിട്ടുള്ള റാൻഡി ജോർജ്, അദ്ദേഹത്തിന് ലോകത്ത് സമാധാനത്തിലുള്ള നോബൽ പ്രൈസൊക്കെ കൊടുക്കുന്നുണ്ട്. ശരിക്കും അർഹനായിട്ടുള്ള ആൾ റാൻഡി ജോർജിനെ പോലെയുള്ള ആൾക്കാരാണ്. കാരണം US പ്രസിഡൻറ്റിൻ്റെ കൊണ്ടുള്ള ഓർഡർ തിരസ്കരിച്ച ആളാണ് ഈ റാൻഡി ജോർജ്. അയാൾ ജോലി രാജിവെച്ച് പോടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. കാരണം അയാൾ പറഞ്ഞൊരു പോയിന്റ്, നമ്മൾ ഈ വാറ് എന്താണ് ലക്ഷ്യം? ഒന്നിക്കൽ ഈ ഇറാൻ അമേരിക്കയിലേക്കൊരു ബോംബ് അയക്കണം, അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് ഒരു മിസൈൽ അയക്കണം, അല്ലെങ്കിൽ അമേരിക്കൻ ജനതയെ കൊല്ലണം, എന്തെങ്കിലും ചെയ്യണം. ഇതൊന്നുമില്ലാതെ ഇസ്രായേലും അവരും തമ്മിൽ എവിടെയൊരു ഫൈറ്റ് നടക്കുന്നു. നിങ്ങളിവിടെ വന്നിട്ട് പറയുന്നു ഇറാനിലേക്ക് ന്യൂക്ലിയർ ഇടണം, അല്ലെങ്കിൽ ഇറാനിലേക്ക് മറ്റേ ബോംബ് ഇടണം. വൈ ഷുഡ് ഐ ഡു ദാറ്റ്? ഞാനെന്ന പട്ടാളക്കാരൻ ഒരാവശ്യവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യത്തിനല്ലാതെ വേറൊരു രാജ്യത്തിലേക്ക് ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ഞാൻ തയ്യാറല്ല. നാളെ ലോക ജനത തന്നെ എന്നെ വിചാരണ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലി രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ പല ഇതുകൊണ്ട്. പിന്നെ ട്രംപിൻ്റെ സെക്രട്ടറിയായ പീറ്റർ ഹെഗ്സത്താണ് ഇയാളെ പുറത്താക്കിയതെന്ന് പറയുന്നു. പക്ഷേ പുറത്താക്കിയതാണെങ്കിൽ കൂടി അയാൾ കാണിച്ച ആ നിലപാട്, ഈ ന്യൂക്ലിയർ വെപ്പൺ ഞാൻ യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞ റാൻഡി ജോർജാണ് എൻ്റെ ഹീറോ. കാരണം നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഐഡിയ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സിവിലൈസേഷൻ ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലേക്ക്, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ
അല്ലെങ്കിൽ നമ്മൾ അപ്പോക്കലിപ്സിലൊക്കെ കണ്ടതുപോലെ ഒരു കഷ്ണം മാംസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കുടിക്കുന്ന ഒരു ജലത്തിന് വേണ്ടിയൊക്കെ കൊലപാതകം നടന്നിട്ടാണ് നമ്മുടെ സിവിലൈസേഷൻ കെട്ടിപ്പടുത്തിട്ടുള്ളത്. കാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള അങ്ങനെയാണ്. അതേ കാട്ടിലേക്ക് തന്നെയല്ലേ നമ്മൾ പോകുന്നത്. ഒരു കഷ്ണം വെപ്പണിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു രാജ്യത്തെ ഒന്നടങ്കം കൊന്നെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സിവിലൈസേഷൻ ഈസ് നോട്ട് ഫോർ ഗോയിങ് ബാക്ക്. നമ്മളൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയിലാണ് ജീവിക്കേണ്ടത്. നമ്മൾ ഇന്ന് ഇങ്ങനെയാണുള്ളതെങ്കിൽ നാളെ നമ്മുടെ അടുത്ത തലമുറ ഇതിലും നല്ല രീതിയിൽ സമാധാനത്തിലും സന്തോഷത്തിലും ജൈവ പ്രകൃതിയിലും ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളും വിഭവങ്ങളും അവർക്കും കൂടി ഉള്ളതാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കുകയും നമ്മൾ അവർക്കത് കൈമാറുകയും ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എൻ്റെ വീടിൻ്റെ അതിർത്തി ഒരു വര അപ്പുറമായിപ്പോയതുകൊണ്ട് അപ്പുറത്തെ വീട്ടുകാരെ മൊത്തം കൊന്നിട്ടല്ല നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മാർഗം കാണിക്കേണ്ടത്. അത് തന്നെയല്ലേ റാൻഡി ജോർജും പറഞ്ഞത്. ചെറിയ വിഷയങ്ങൾ അവരും ഇവരും ഇപ്പുറം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കട്ടെ. ഒരു ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്ത് തീർക്കട്ടെ. അല്ലാതെ നിങ്ങൾ പറയുന്നവർ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇറാനെ ന്യൂക്ലിയർ ഇട്ട് കൊന്നുകൊണ്ട് ആ രാജ്യത്തെ മൊത്തം കൊന്നടക്കിക്കൊണ്ട് എന്താണ് ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വെറി പൂണ്ടുകൊണ്ട് പക മനസ്സിൽ വെച്ചുകൊണ്ട് ആ പക വീട്ടാൻ വേണ്ടി ആരെങ്കിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ കണ്ണിന് കണ്ണ് എന്ന് പറഞ്ഞുള്ള നിയമം ഈ ലോകത്ത് നടപ്പിലാക്കാൻ പോയാൽ ഈ ലോകത്ത് ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? അത് തന്നെയാണ് റാൻഡി ജോർജ് ചോദിച്ചത്. അപ്പോൾ റാൻഡി ജോർജിനെ നമുക്ക് ഓർമ്മിക്കാതെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. റാൻഡി ജോർജ് ആ പേര് തങ്കലിപികളിൽ എഴുതിപ്പെടേണ്ടതാണ്. അപ്പോൾ ന്യൂക്ലിയർ ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങളും അങ്ങനെ തകർത്തു. അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഗോൾഡ് പ്രൈസ്. ഈ യുദ്ധം തുടങ്ങിയതിന് മുതൽ ഗോൾഡിൻ്റെ പ്രൈസ് താഴെ തട്ടിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കൺസോഷ്യം ഓഫ് കമ്പനീസ് ഓഫ് ജ്യൂസ് പിന്നിലുള്ള കളികളാണ്. യൂറോപ്യൻ യൂണിയൻ ശക്തമായിക്കൊണ്ട് ഇസ്രായേലിനെ ഒന്നുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായ പോലെ തന്നെ ഈ ലോകത്തുള്ള വിഷയങ്ങൾക്കൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് രണ്ട് ഭാഗത്തെയും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അടിക്കുന്ന വിഭാഗത്തെയും അടികൊള്ളേണ്ട വിഭാഗത്തെയും ഫിനാൻഷ്യലിയും വെപ്പണ് കൊണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ വന്നത് നമ്മൾ ഈ യുദ്ധത്തിൽ കണ്ടു. അങ്ങനെ അവരൊക്കെ കൂടി ഫോഴ്സ് ചെയ്തുകൊണ്ടാണ് ട്രംപിനെ നിർബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ഡീൽ സൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെ അവസാനം ഫ്രാൻസിൽ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കടിയിൽ ട്രംപ് വന്നുകൊണ്ട് ഒപ്പിടാൻ നിർബന്ധിതയായിരിക്കുകയാണ്. ഇനി ഒപ്പിട്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 300 ബില്യൺ കോമ്പൻസേഷൻ 25 ലക്ഷം കോടി നമ്മുടെ ഇറാന് കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഇറാൻ ഒന്ന് അയന് ഒതുങ്ങി ഇവർക്ക് വേണ്ടി നിന്നിട്ടുള്ളത്. ഇതിൽ ആരാണ് തോറ്റത് ജയിച്ചതെന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ചോദ്യം ഇവിടെ വരുന്നില്ല. കാരണം ഇത് ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ അടിച്ചെണീപ്പിച്ചിട്ട് അയാളോട് ചോറുമില്ല നിന്നത് അടിച്ചു കൊല്ലാൻ പോകുകയാണെന്ന് പറഞ്ഞവരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇറാൻ എന്തോ ആയിക്കോട്ടെ, അവരവരുടെ രാജ്യത്ത് അവരവിടെ ജീവിക്കുന്നു. ഇസ്രായേൽ ഇങ്ങനെ അമേരിക്കയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ബോംബിടുന്നു, അവിടെയുള്ള തലവനെ കൊല്ലുന്നു, അവിടെയുള്ള കുറേ കുട്ടികളെ കൊല്ലുന്നു, അവിടെയുള്ള കുറേ ആൾക്കാരെ കൊന്നു കൊടുക്കുന്നു. എന്നിട്ട് അവസാനം പറയണം ഓക്കെ കൊന്നതിനുള്ള നിങ്ങൾക്ക് ഇത് ഇത്ര പൈസ തരുന്നു. ഇതൊരു അക്രമം നടന്നു. ആ അക്രമത്തിന് ഇവരെന്തോ പൈസ കൊടുത്ത് ഒതുക്കി എന്ന് പറയേണ്ടിയിരുന്നു. ഇതിൽ ഇറാന് ജയിക്കാനും തോൽക്കാനും ഒന്നും ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. അവരുടെ വിഷമം കൊണ്ട് അവർ കുറച്ച് അപ്പുറം ഇപ്പുറമൊക്കെ ബോംബുകൾ ഇട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അത് ലോകത്തുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. എന്നെ ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു റെസ്പോണ്ട് ടു സ്റ്റിമുലയാണ്. സ്റ്റിമുലേ വരുമ്പോൾ ഉള്ള റെസ്പോൺസാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ജയമോ തോൽവിയോ ഉണ്ടാകാൻ ഇവിടെ ഒരു ഓട്ട മത്സരമോ കാറോടിക്കൽ മത്സരമോ നടന്നിട്ടില്ല. ഒരുപാട് രക്തം ഒഴുകിയത് അതിനൊക്കെ ആരും മറുപടി പറയുമെന്നുള്ളത് ദൈവത്തിൻ്റെ കോടതിയിൽ മാത്രമേ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. അപ്പോൾ ഈ 300 ബില്യൺ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അമേരിക്ക അല്ല. അവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിജയം. അമേരിക്കയ്ക്ക് എന്നും ഒരു കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് അമേരിക്ക എല്ലാ കാലത്തും കൈക്കൊണ്ടിട്ടുള്ളൊരു നിലപാട്. ഇവിടെ ഇപ്പോൾ യുദ്ധം ഉണ്ടായതായിരിക്കും വേണ്ടിയിട്ടാണ് ഇസ്രായേലിന് വേണ്ടി. അപ്പോൾ അമേരിക്കക്ക് അതിനെന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഇസ്രായേലിൻ്റെ ജൂതന്മാരുടെ ഏറ്റവും വലിയ സംഘടനയായി ഞാൻ പറഞ്ഞിട്ടുള്ള ലോകത്തുള്ള 100ഓളം ട്രില്യൺ കൺട്രോൾ ചെയ്യുന്ന അവർ അമേരിക്കക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? അല്ലാതെ ട്രംപ് ഇതിന് ഇറങ്ങത്തില്ല. ട്രംപിന് ഇതിൽ പേഴ്സണൽ കാര്യമൊന്നുമില്ല. ട്രംപ് അതിനിടെ കുറച്ച് പൈസ ഉണ്ടാക്കി, അത് വേറെ വിഷയം. പക്ഷേ ഈ 300 ബില്യൺ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് GCC കൺസോഷ്യമാണ്. UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദിയ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടിയിട്ടുള്ള
ഒരു കൺസോഷ്യമാണ് 300 ബില്യൺ റീകൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇറാന് ആ പൈസയായിട്ട് കിട്ടിയാലേ അവർ ഇത് മൊത്തം നിർത്തത്തുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട ഒരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സുന്ദർ പിച്ചയെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചില പിള്ളേർ അവമാനിച്ചം കിട്ടും. സുന്ദർ പിച്ചെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ് അല്ലേ. അയാൾ ഈ യുദ്ധവുമായിട്ടൊരു ബന്ധവുമില്ല. പാവപ്പെട്ട ഒരു ഗൂഗിളിൻ്റെ CEO ആയിട്ട് കുറച്ച് ശമ്പളവും മേടിച്ച് ഞണ്ണീര് ഭാഗത്തിരിക്കുന്ന ഒരാളാണ്. ഒന്നിനും അങ്ങനെ പൊളിറ്റിക്സ് ഒന്നും അഭിപ്രായം പറയുന്ന ആളല്ല അയാൾ. പക്ഷേ അയാൾക്ക് പണി കിട്ടിയത് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ. പണ്ട് ആപ്പിളിൻ്റെ സ്റ്റീവ് ജോബ്സൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ് ഈ സ്റ്റാൻഫോർഡ് സർവകലാശാല. വലിയ പേരുള്ള വളരെ വിശ്വപ്രസിദ്ധമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഒരു ഗ്രാജുവേഷൻ സെറിമണിയിൽ മുഖ്യ പ്രസംഗിക്കുന്ന ആളായിട്ട് ഇയാളെ വിളിച്ചു. അപ്പോൾ ഈ പ്രസംഗിക്കാൻ വേണ്ടി ഇയാൾ എണീച്ച് ഇയാളുടെ ടോപ്പിക്ക് AI ആൻഡ് ലൈഫ്, AIയുടെ ഇൻഫ്ലുവൻസിനെ പറ്റി സംസാരിക്കാൻ വന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇയാൾ തുടങ്ങിയിട്ടില്ല. അപ്പം തന്നെ കുട്ടികളെല്ലാം എണീച്ച് നിന്നിട്ട് 100-200 ആണും പെണ്ണും പെമ്പിളറെല്ലാം എണീച്ച് നിന്നിട്ട് പറയാണ് ഫ്രീ പലസ്തീൻ. അവ സുന്ദർ പിച്ച ആകാനായിട്ട് ഞാനെന്തിനാണ് ഈ പലസ്തീന്, ഞാൻ എന്താ ഇതിന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് നിംബസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഗൂഗിളുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഒരു 1.5 ബില്യൺ പ്രൊജക്റ്റാണ്. ചുരുക്കി പറയാമെന്ന് വെച്ചാൽ AI കൊണ്ട് യുദ്ധത്തിൽ AI ഉപയോഗിച്ച് ഇങ്ങനെ ആൾക്കാരെ കൊല്ലാം, ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്യാനും ഡ്രോണുകളുടെ പ്രവർത്തനത്തിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. ഗസയിലുള്ള ഒരുപാട് നിരപരാധികളെ കൊല്ലാനൊക്കെ ഈ പ്രൊജക്റ്റ് നിംബസിൻ്റെ സഹായം, AIയുടെ സഹായം കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്ദർ പിച്ചയ്ക്കെതിരെ ഗോബാക്ക് വിളികളും ഫ്രീ പലസ്തീൻ വിളികളും ഒക്കെ ആയിട്ട് സുന്ദർ പിച്ചയും യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി എന്ന് വേണം പറയാൻ. അയാൾ മിണ്ടാൻ പറ്റിയില്ല അയാൾക്ക് പ്രസംഗത്തിൽ. അങ്ങനെ കുറച്ച് നേരം പ്രസംഗിച്ചു. പ്രസംഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോ ഇസ്രായേൽ എന്നോ പലസ്തീൻ എന്നോ മിണ്ടാണ്ട് എന്തെല്ലോ പറഞ്ഞ അയാൾ രക്ഷപ്പെട്ടു പോകുന്നതിനുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ കുറച്ച് ആൾക്കാർ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടി വരെയില്ല. അപ്പോൾ ഇൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യുദ്ധം തീർന്നിട്ടൊന്നുമില്ല. ഈ സമാധാന കരാറും ഈ ഒപ്പിടലും ഒക്കെ ഒരു ക്ലീശ മാത്രമായി തീരാനാണ് പരിപാടി. കാരണം സമാധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പ്രശ്നം തുടങ്ങി വെച്ച ആൾ നിർത്തണം. ഇസ്രായേൽ ഇന്നും ഇസ്രായേലിൻ്റെ നെതന്യാഹുവും മറ്റുള്ള പ്രധാനമന്ത്രിമാരും ഇവരൊക്കെ ഫോറിൻ മിനിസ്റ്ററൊക്കെ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അടിയാകുന്ന രീതിയിലുള്ള ഏതൊരു സംഭവത്തെയും ഞങ്ങൾ എതിർക്കുന്നു മാത്രമല്ല, ഇതാ ഞങ്ങൾ ലെബനാനിലേക്ക് ഇന്നും ബോംബിടാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സംസാരിക്കുന്ന സമയത്ത് വരെ ലെബനാൻ്റെ സൗത്ത് ലെബനാനിലൊക്കെ കൊണ്ട് ബോംബിട്ടുകൊണ്ട് കുറേ ആൾക്കാരെ കൊന്നിട്ടാണ് അവർ വീണ്ടും ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിഭാഗം എന്നും പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ലോകത്ത്. അത് ഈ ലോകത്തിൻ്റെ ഒരു സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഈ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നതാണ്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ സംഭവം. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവർ പറയുന്നത് ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ നാടും വീടും സ്വത്തൊക്കെ ഇവരൊക്കെ കൂടി തട്ടിയെടുക്കും, അതുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ അയൽ രാജ്യമായിട്ടുള്ള ലെബനാനും ജോർദാനും ഇസ്രായേൽ പലസ്തീനും അവിടെ ഇവിടെയൊക്കെ ബോംബിട്ടുകൊണ്ടേയിരിക്കും. ഇനി അമേരിക്കയുടെ തന്ത വന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളെ ഇന്നൊന്നും ആർക്കും തടയാൻ പറ്റില്ല. ഞങ്ങൾ ലോകത്തുള്ള ഏറ്റവും വലിയ ശക്തി ഞങ്ങൾ തന്നെയാണ്, ഞങ്ങൾക്ക് ആരുടെയും സഹായമൊന്നും വേണ്ട. അപ്പോൾ US പ്രസിഡൻറ്റ് നമ്മുടെ ട്രംപും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലെ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളെ ആകെ ഈ ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ മാത്രമാണ്. യൂറോപ്യൻ യൂണിയൻ നിങ്ങൾക്കെതിരാണ്, ഏഷ്യൻ രാജ്യങ്ങൾ നിങ്ങൾക്കെതിരാണ്, ചൈന നിങ്ങൾക്കെതിരാണ്, റഷ്യ നിങ്ങൾക്കെതിരാണ്, നിങ്ങൾക്കായിട്ട് ആരുമില്ല, ആകെ അമേരിക്ക മാത്രമേ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. മാന്യം മര്യാദമായി ജീവിച്ച അമേരിക്ക നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിൽ അമേരിക്കയെ നിങ്ങളെ വിട്ടേച്ച് പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് മറുപടിയായിട്ട് നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഒരു പുല്ലൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ഈ അടി തുടങ്ങിയ ഞാനാണെങ്കിൽ എനിക്ക് തന്നെ അടിച്ചിടാൻ എല്ലാവരും അറിയാം, അവർ ആ സംഭവം എനിക്ക് വേണ്ടതൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യുദ്ധം തീർന്നിട്ടൊന്നുമില്ല, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. എത്ര കാലം സമാധാനം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. സോ ഓക്കെ ഗായ്സ്, വാസ് എ ലോങ് വീഡിയോ. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.